പ്രിയമുള്ളവരെ, എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം ബ്രാഹ്മണ്യം ചരിത്രവും പ്രത്യയശാസ്ത്രവും എന്ന വിഷയത്തെ മുൻനിർത്തിയാണ്. പൊതുവെ നമ്മുടെ സമൂഹത്തിൻ്റെ ശ്രേണീകൃത അസമത്വത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അല്ലെങ്കിൽ ഒരു പ്രയോഗമാണ് ബ്രാഹ്മണ്യം എന്നുള്ളത്. പൊതുവെ സമൂഹം വിചാരിക്കുന്നത് ഈ ബ്രാഹ്മണ്യം എന്നത് അത് ബ്രാഹ്മണരെ മാത്രം സംബന്ധിച്ച എന്തോ കാര്യമാണെന്നും, അത് കേരളത്തെ സംബന്ധിച്ചാണെങ്കിൽ നമ്പൂതിരിമാരെയും മറ്റ് ബ്രാഹ്മണരെയും, ഇന്ത്യയുടെ പൊതുവായ സവിശേഷത പരിശോധിക്കുമ്പോൾ ഇന്ത്യയിലെ മുഴുവൻ ബ്രാഹ്മണരെയും വിമർശിക്കാനുള്ള എന്തോ ഗൂഢാലോചന പദ്ധതിയാണ് ബ്രാഹ്മണ്യം എന്ന് പൊതുവെ കരുതുന്നുണ്ട്. പക്ഷേ ബ്രാഹ്മണ്യം എന്നതുകൊണ്ട് നിർവചിക്കാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ത്യൻ സമൂഹ പശ്ചാത്തലത്തിൽ ബ്രാഹ്മണ്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ചാതുർവർണ്ണ്യമാണ്. ശ്രേണീകൃതമായ അസമത്വത്തിൻ്റെ ചാതുർവർണ്ണ്യ വ്യവസ്ഥയാണ് ബ്രാഹ്മണ്യം എന്നതുകൊണ്ട് നിർവചിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഡോക്ടർ ബി ആർ അംബേദ്കർ വളരെ വിശദമായി, വളരെ വിശാലമായൊരു പരിപ്രേക്ഷ്യത്തിൽ ബ്രാഹ്മണ്യത്തെ നിർവചിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ വിശാല ജനാധിപത്യ ആശയങ്ങൾക്ക് എതിരായി പ്രവർത്തിക്കുന്ന പ്രത്യയശാസ്ത്രത്തിൻ്റെ പേരാണ് ബ്രാഹ്മണ്യം എന്ന് വിശാലമായ അർത്ഥത്തിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ ബ്രാഹ്മണ്യത്തെ നിർവചിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും നമ്മൾ കുറേ കൂടി ആഴത്തിൽ ബ്രാഹ്മണ്യം എന്ന് പറയുന്ന വ്യവസ്ഥയെ പരിശോധിക്കുമ്പോൾ ഡോക്ടർ ബി ആർ അംബേദ്കർ വളരെ വിശാലമായ അർത്ഥത്തിൽ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന മൂന്ന് ആശയങ്ങളെ എതിർക്കുന്നൊരു പ്രത്യയശാസ്ത്രമായിട്ട് അതിനെ നിർവചിക്കുന്നുണ്ടെങ്കിലും നമ്മൾ കുറേ ആഴത്തിൽ പരിശോധിക്കുമ്പോൾ ബ്രാഹ്മണ്യം എന്നത് പുരുഷാധിപത്യ സാമൂഹ്യ വ്യവസ്ഥയും പുറന്തള്ളൽ സാമൂഹ്യ വ്യവസ്ഥയും ഇന്ത്യയിലെ ത്രൈവർണികരൊഴികെയുള്ള മുഴുവൻ മനുഷ്യരെയും അരികുവൽക്കരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഹിംസാത്മകമായ പുറന്തള്ളൽ വ്യവസ്ഥയുടെ പേരാണ് ബ്രാഹ്മണ്യം എന്ന് പറയുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ ഇന്ത്യയിലെ ബഹുജനങ്ങളെ അടിച്ചമർത്തുന്ന വ്യവസ്ഥയുടെ പേരാണ് ബ്രാഹ്മണ്യം എന്ന് പറയുന്നത്. അത് കേവലം ന്യൂനപക്ഷം വരുന്ന കുറച്ച് ബ്രാഹ്മണർ കൊണ്ടു നടക്കുന്ന മൂല്യവ്യവസ്ഥയുടെ മാത്രം പേരല്ല. ബ്രാഹ്മണരും അത് ചിലപ്പോൾ കൊണ്ടു നടക്കുന്നുണ്ടാവാം. പക്ഷേ ഇന്ത്യയിലെ ബഹുജനങ്ങളും പിന്നോക്ക സമുദായങ്ങളും ഇന്ത്യയിലെ വ്യത്യസ്ത സാമുദായിക വിഭാഗങ്ങളുമെല്ലാം ജാതിമത ഭേദമന്യേ ഇന്ത്യൻ സമൂഹം കൊണ്ടു നടക്കുന്ന, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഇന്നത്തെ ശ്രേണീകൃതമായ അസമത്വത്തിന് നിദാനമായിരിക്കുന്ന വ്യവസ്ഥയുടെ പ്രത്യയശാസ്ത്ര മൂല്യത്തിൻ്റെ പേരാണ് ബ്രാഹ്മണ്യം എന്ന് പറയുന്നത്. അടിസ്ഥാനപരമായി അത് അസമത്വത്തിൽ നിലയുറപ്പിച്ചിരിക്കുന്നു എന്നാണ് ആമുഖമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ സംഭാഷണം ആരംഭിക്കുന്നതിന് മുമ്പായി സ്വതന്ത്ര സമുദായത്തിൻ്റെ അവതാരികയിൽ MK കുമാരൻ എഴുതിയൊരു പ്രസ്താവന വായിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സംഭാഷണത്തിലേക്ക് കടക്കാം. അദ്ദേഹം പറയുന്നത്, ഹിന്ദു റിവൈവലിസം രാജ്യത്തിനൊരു വമ്പിച്ച ഭീഷണിയായി തീർന്നിരിക്കുന്നു. ദേശീയ സ്വാതന്ത്ര്യ സമരകാലത്ത് നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരും ദേശീയ കവികളും ദേശാഭിമാനം ഉജ്ജ്വലിപ്പിക്കുവാൻ കുറുക്കുവഴി തേടിയതിൻ്റെ ഫലമായിട്ടാണ് ഹിന്ദു റിവൈവലിസത്തിന് മാന്യത ലഭിച്ചത്. സാംസ്കാരിക പൈതൃകത്തെ വിമർശന ബുദ്ധിയോടുകൂടി വിലയിരുത്തുകയും അതിലടങ്ങിയിരിക്കുന്ന വൈകൃതങ്ങൾ തുറന്നു കാട്ടുകയും ചെയ്യുന്നതിന് ദേശീയവാദികൾ മുതിർന്നില്ല. ഒരുമ്പെട്ടത് സാമൂഹ്യ വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാർ മാത്രമായിരുന്നു. അവരെയാകട്ടെ ദേശീയവാദികൾ പുച്ഛിച്ച് തള്ളുകയും ചെയ്തു. ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടായേ തീരൂ. ദേശീയമായതിനെയെല്ലാം കണ്ണടച്ചു വാഴ്ത്തുകയും വൈദേശികമായതിനെയെല്ലാം പരിഹസിക്കുകയും ചെയ്യുന്ന ഏർപ്പാട് അവസാനിപ്പിക്കണം. ഇതിവിടെ സൂചിപ്പിക്കാൻ കാരണം, പലതരത്തിൽ ഈ റിവൈവലിസത്തിൻ്റെ കാലഘട്ടത്തിലൂടെയാണ് ഇന്ത്യൻ സമൂഹം ഇന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് രാമക്ഷേത്ര വിവാദം വീണ്ടും നമ്മുടെ സമൂഹത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആസാമിൻ്റെ മുഖ്യമന്ത്രിയായ ഹിമന്ത ശർമ്മ ഒരു ഭഗവത്ഗീത സംബന്ധിയായ മഹോത്സവത്തിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, ഗീത 18:44 ശ്ലോകം ഉദ്ധരിച്ചുകൊണ്ട് ആസാമിലെ മുഖ്യമന്ത്രി പറഞ്ഞത്, ശൂദ്രരുടെ ജോലി എന്ന് പറയുന്നത് ദ്വിജന്മാരുടെ പാദസേവ ചെയ്യുക എന്നുള്ളതാണ്.
വൈശ്യന്മാരുടെ ജോലി എന്ന് പറയുന്നത് കച്ചവടവും കൃഷിയും അത്തരം കൃത്യങ്ങൾ നിർവഹിക്കുക എന്നുള്ളതാണ്. അദ്ദേഹം ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തു. ഇന്ത്യൻ ഭരണഘടന ഉയിർക്കൊള്ളുന്നത് അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കപ്പെട്ടത് ഗീതയിൽ നിന്നും ഉപനിഷത്തുക്കളിൽ നിന്നും സാരം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കപ്പെട്ടത് എന്നും ഹിമവന്ത് ശർമ്മ ഒരു പ്രഭാഷണത്തിൽ പറയുകയും അത് അദ്ദേഹം ട്വിറ്ററിൻ്റെ ഇപ്പോഴത്തെ രൂപമായ എക്സിൽ കുറിക്കുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെ വർത്തമാനകാലത്തും ഗീതയും ഉപനിഷത്തുക്കളും അതിൻ്റെ ശ്രേണീകൃത അസമത്വങ്ങളും ഒക്കെ സമൂഹത്തെ കൂടുതൽ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥാവിശേഷത്തിലൂടെയാണ് ഇന്ത്യൻ സാമൂഹിക അവസ്ഥ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രാഹ്മണ്യത്തെ നിർവചിക്കുകയും അത് എന്താണ് എന്നും അതെങ്ങനെയാണ് നമ്മുടെ സമൂഹത്തെ കൂടുതൽ ബാധിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും അതിൻ്റെ പ്രത്യയശാസ്ത്ര ഭൂമിക എന്താണെന്നും ആരൊക്കെയാണ് അതിൻ്റെ വക്താക്കളെന്നും പരിശോധിക്കുന്നതിലൂടെ മാത്രമേ അതിൽ നിന്ന് ഒരു മോചനം നമുക്ക് സാധ്യമാവൂ. ആദ്യമേ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു പ്രധാനപ്പെട്ട വസ്തുത ബ്രാഹ്മണ്യം എന്ന് പറയുന്നത് ഒരില്ലാ കഥയാണ് എന്നുള്ളതാണ്. ഇല്ലാത്ത ഒന്നിനെ ഉണ്ടെന്ന് സമർത്ഥിച്ചാണ് ഇന്ത്യ ഇവിടെ വരെ എത്തിയത്. ബ്രാഹ്മണ്യം ഇല്ലാത്ത ഒന്നാണ്. നാരായണ ഗുരുസ്വാമികൾ ജാതി നിർണയത്തിൽ പറയും, മനുഷ്യാണാം മനുഷ്യത്വം ജാതിർഗോത്വം ഗവാം യഥാ ന ബ്രാഹ്മണാതിരസ്യൈവം ഹാ തത്വം വേത്തി കോപിന്. അതിൻ്റെ അന്വയം ഇങ്ങനെയാണ്: ഗവാം ഗോത്വം യഥാ തഥാ മനുഷ്യാണാം മനുഷ്യത്വം ജാതിഹി അസ്യ ബ്രാഹ്മണാദിഹി ഏവം ന തത്വം കോപിന വേത്തി ഹ. ഗോക്കൾക്ക് ഗോത്വം എപ്രകാരമോ അപ്രകാരം മനുഷ്യർക്ക് മനുഷ്യത്വമാണ് ജാതി. ബ്രാഹ്മണാദി ജാതി ഭേദങ്ങൾ നിലനിൽക്കുന്നില്ല. ഈ തത്വം ആരും അറിയുന്നില്ലല്ലോ, കഷ്ടം. അപ്പോൾ ഗുരുസ്വാമികൾ പറഞ്ഞത് ബ്രാഹ്മണാദി ജാതി ഭേദങ്ങൾ നിലനിൽക്കുന്നില്ല, അത്തരം ഭേദങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്ന് പറയുന്നത് ഒരന്ധവിശ്വാസമാണ്. അപ്പം ബ്രാഹ്മണ്യം എന്ന് പറയുന്നത് ഒരന്ധവിശ്വാസമാണ്. ഇല്ലാത്ത ഒന്ന് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യൻ സമൂഹം അതിനകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഗുരു ജാതി നിർണയത്തിൽ തന്നെ എഴുതി, ഒരു ജാതിയിൽ നിന്നല്ലോ പുറം നേടുന്നു സന്തതി, നരജാതി തോർക്കുമ്പോൾ ഒരു ജാതിയിലുള്ളതാം. ഒരു ജാതിയിൽ നിന്നാണ് മനുഷ്യ സന്തതി പിറക്കുന്നത്. ഈ കാര്യം വിചാരിച്ചാൽ മനുഷ്യ സംഘം മുഴുവൻ ഒരു ജാതിയിൽ പെടുന്നതാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഗുരുദേവൻ പറഞ്ഞു വെച്ചത് മനുഷ്യർ ഒരു ജാതിയാണ്. ആ ജാതി ഏതാണ്? മനുഷ്യജാതിയാണ്. അപ്പോൾ ബ്രാഹ്മണാദി ജാതിഭേദങ്ങൾ ഇല്ല എന്നും അതുണ്ട് എന്ന് പറയുന്നത് അന്ധവിശ്വാസമാണെന്നും യുക്തിക്ക് നിരക്കാത്തതാണെന്നും അസമത്വത്തെ ഊട്ടി ഉറപ്പിക്കുന്നതാണ് എന്നും നാരായണ ഗുരു പറഞ്ഞു വെച്ചു. വളരെ കൃത്യമായി അദ്ദേഹം നമ്മളെ ഉദ്ബോധിപ്പിച്ചു. ഡോക്ടർ ബി ആർ അംബേദ്കർ ഈ വർണ്ണാശ്രമ ധർമ്മത്തെ മുൻനിർത്തി പറയുന്നത്, ബ്രഹ്മാവിൻ്റെ വായിൽ നിന്ന് ബ്രാഹ്മണനും, കൈകളിൽ നിന്ന് ക്ഷത്രിയനും, വയറിൽ നിന്ന് വൈശ്യനും, കാലുകളിൽ നിന്ന് ശൂദ്രനും നിർമ്മിക്കപ്പെട്ടു എന്ന അടിസ്ഥാനത്തിലുള്ള ഹിന്ദുമതരചന മനുഷ്യത്വത്തെ അപമാനിക്കുന്നതും ബുദ്ധിയെ ഭേദ്യം ചെയ്യുന്നതും ഈശ്വരനെ തന്നെ ഉപദ്രവിക്കുന്നതുമാണ്. ഇത്തരം മതരചനയിൽ സമത്വം ഒരിക്കലും വേരോടുകയില്ല, വ്യക്തിവികാസം ഒരിക്കലും സമ്പൂർണമാവുകയില്ല. അതുകൊണ്ട് സമ്പൂർണ്ണ ചിന്തയ്ക്ക് ശേഷം എനിക്ക് തോന്നുന്നു താഴെയുള്ളവർ ഈ വിചാരസരണിക്കെതിരെ വിപ്ലവം ചെയ്യണം. അല്ല, അവർ ആ മതം ത്യജിക്കണം. അതിൻ്റെ അർത്ഥം എന്തെന്നാൽ ഇങ്ങനെയുള്ള മതം ഉപേക്ഷിച്ച് സർവസമത്വവും മാനവൈക്യവും സ്ഫുരിക്കുന്ന ബുദ്ധൻ്റെ പാഠങ്ങളെ അംഗീകരിക്കണം എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ 1955 ഏപ്രിൽ 3 ബോംബെയിൽ നടത്തിയൊരു പ്രഭാഷണത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. ഇതിവിടെ പറയാൻ കാരണം, ബ്രാഹ്മണ്യമെന്ന ഇല്ലാത്ത ഒന്നിനെ നൂറ്റാണ്ടുകൾ കൊണ്ട്, ആയിരത്താണ്ടുകൾ കൊണ്ട് ബ്രാഹ്മണ പൗരോഹിത്യവും അതിനോടനുബന്ധപ്പെട്ട സമൂഹങ്ങളും സൃഷ്ടിച്ചത് എങ്ങനെ എന്ന ചരിത്രം പരിശോധിക്കാനും, അതുപോലെ തന്നെ ദേശീയമായ ഒരു രൂപീകരണം നടക്കുന്ന ഘട്ടത്തിൽ സ്വാമി വിവേകാനന്ദനും ദയാനന്ദ സരസ്വതിയും അരവിന്ദോയും ഉൾപ്പെടെയുള്ള ആളുകൾ എങ്ങനെയാണ് ഈ അമ്മുമ്മ കഥയെ, ഈ ഇല്ലാ കഥയെ വീണ്ടും വീണ്ടും സാധൂകരിച്ചുറപ്പിച്ചത് എന്നുമാണ്
ഈ സംഭാഷണത്തിൽ പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ പരിശോധിക്കാൻ ഉദ്ദേശിക്കുന്നത്. നാരായണ ഗുരു തന്നെ ഈ ചാതുർവർണ്ണ്യത്തിൻ്റെ ഉൽപ്പത്തിയെ വളരെ കർക്കശമായി തന്നെ കടന്നാക്രമിക്കുകയും പരിഹസിക്കുകയും ചെയ്യുകയുണ്ടായി. ബ്രാഹ്മണാദികളുടെ ഉത്ഭവത്തെ സംബന്ധിച്ചൊരു കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വിരാട് പുരുഷൻ്റെ മുഖത്ത് നിന്നും ബ്രാഹ്മണനുണ്ടായ കഥ. നാരായണ ഗുരു പറയും, ബ്രാഹ്മണന് വായിൽ നിന്നും പുറപ്പെടാൻ ഒരുവിധം സൗകര്യം കിട്ടിയിരിക്കും, ക്ഷത്രിയന് കയ്യിൽ നിന്നും പുറത്തിറങ്ങാനുണ്ടായ സൗകര്യം എങ്ങനെ എന്ന് ഗുരു ചോദിച്ചു. വണ്ണ പുലർന്ന് പുറത്തു ചാടിയതായിരിക്കാമെന്ന് മറ്റൊരാൾ പറഞ്ഞപ്പോൾ ഗുരു ചിന്തിച്ചുകൊണ്ട് ചോദിച്ചത്, പുറത്തായിരുന്നില്ലേ കുറെ കൂടി സൗകര്യം എന്നിങ്ങനെ പരിഹസിച്ചുകൊണ്ട് വളരെ കൃത്യമായി ഈ ചാതുർവർണ്ണ്യത്തിൻ്റെ അമ്മുമ്മ കഥയെ നാരായണ ഗുരു പരിഹസിച്ചുകൊണ്ട് നിരസിക്കുകയാണ് ഉണ്ടായത്. ക്ഷേത്രപ്രവേശന വിളംബരത്തെ സംബന്ധിച്ച് ആ വിളംബരത്തെ സ്വാഗതം ചെയ്യുവാൻ ആലപ്പുഴ വെച്ച് കൂടിയ SNDPയുടെ യോഗത്തിൽ, വിശേഷാൽ സമ്മേളനത്തിൽ അയ്യപ്പൻ മാസ്റ്റർ, അതായത് സഹോദരൻ അയ്യപ്പൻ ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി. അതിങ്ങനെയാണ്: ധർമ്മം അനശ്വരമാണെന്ന് ശ്രീനാരായണ ഗുരു മനസ്സിലാക്കി. എന്തെന്നാൽ സനാതനികളുടെ ധാരണയ്ക്കെതിരായ ഒന്നായിരുന്നു അത്. എന്നും വളർത്തിക്കൊണ്ടിരുന്നതും ചലനശക്തിയേറിയതും നശിക്കാത്തതുമായ ഒന്നായിട്ടാണ് അദ്ദേഹം ധർമ്മത്തെ മനസ്സിലാക്കിയത്. എന്താണ് ഈ ധർമ്മം? ഗുരു പറഞ്ഞു, ഇസ്ലാമിൻ്റെ സത്ത എന്ന് പറയുന്നത് സാഹോദര്യവും ക്രിസ്തുമതത്തിൻ്റെ സ്നേഹവുമാണെങ്കിൽ ഈ സ്നേഹവും സാഹോദര്യവുമാണ് സനാതനമായി നിൽക്കുന്നത്. ഇതാണ്, ഈ സ്നേഹവും സാഹോദര്യവുമാണ് ശാശ്വതമായിരിക്കുന്നത് എന്ന് നാരായണ ഗുരു പറഞ്ഞു. പക്ഷെ സനാതനികൾ പറഞ്ഞത് ഈ ചാതുർവർണ്ണ്യവും ജാതിയുമാണ് സനാതനമായിട്ടുള്ളത് എന്നും. അയ്യപ്പൻ പറയുന്നു, ധർമ്മത്തെക്കുറിച്ചുള്ള വ്യാഖ്യാനത്തിനും പിന്തുണയായി അദ്ദേഹം വേദങ്ങളെ ഉദ്ധരിച്ചിരുന്നില്ല. നാരായണ ഗുരുവിനെ പറ്റി അയ്യപ്പൻ പറയുന്ന കാര്യമാണ്. ധർമ്മത്തെക്കുറിച്ചുള്ള വ്യാഖ്യാനത്തിന് പിന്തുണയായി അദ്ദേഹം, നാരായണ ഗുരു, വേദങ്ങളെ ഉദ്ധരിച്ചിരുന്നില്ല. നാരായണ ഗുരുവിനെ ഇപ്പോൾ വേദാന്തിയായിട്ടും അദ്വൈത ഭാഷ്യകാരനായിട്ടും ശങ്കരൻ്റെ ശിഷ്യനായിട്ടും വർണ്ണാശ്രമത്തിൻ്റെ വക്താവായിട്ടും ഒക്കെ തന്നെ ഹിന്ദു വലത്തുപക്ഷ യാഥാസ്ഥിതികർ ചിത്രീകരിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. നാരായണ ഗുരുവിൻ്റെ നേർശിഷ്യനായ അയ്യപ്പൻ പറയുന്നത്, ധർമ്മത്തെക്കുറിച്ചുള്ള വ്യാഖ്യാനത്തിന് പിന്തുണയായി നാരായണ ഗുരു വേദങ്ങളെ ഉദ്ധരിച്ചിരുന്നില്ല. തനിക്ക് അതിനെപ്പറ്റി ശരിയായ അനുഭവം ഉണ്ടായിരുന്നതിനാലാണ് അങ്ങനെ ചെയ്യാതിരുന്നത്. ഇടുങ്ങിയ മതത്തിനകത്ത് അദ്ദേഹം ധർമ്മത്തെ ഒതുക്കി നിർത്തിയില്ല. കാലാനുസരണം യോഗക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒന്നായിട്ടാണ് അദ്ദേഹം അതിനെ വീക്ഷിച്ചത്. ഇങ്ങനെയാണ് ധർമ്മത്തെ സംബന്ധിച്ചും വേദങ്ങളെ സംബന്ധിച്ചും ഗുരുവിൻ്റെ വീക്ഷണം എന്തായിരുന്നു എന്ന് അദ്ദേഹം വ്യക്തമാക്കി. പക്ഷേ ഈ അമ്മുമ്മക്കഥയെ സാധൂകരിക്കുന്ന, ഊട്ടിയുറപ്പിക്കുന്ന ചില പ്രസ്താവനകൾ മലയാളികളുടെ മാതൃഭൂമിയിൽ EMS രേഖപ്പെടുത്തി കാണാം. ബ്രാഹ്മണ സംസ്കാരത്തിൻ്റെ സ്വാധീന ശക്തിക്ക് കീഴിലാണ് കേരളം ഒരു വ്യത്യസ്ത രാജ്യവും മലയാളികൾ ഒരു വ്യത്യസ്ത ജനസമുദായവുമായി തീർന്നത് എന്ന് EMS മലയാളികളുടെ മാതൃഭൂമിയിൽ കുറിക്കുന്നു. ഒരു വാചകം കൂടി കൂട്ടിയേണ്ടതായിട്ടുണ്ട്. പക്ഷേ മലയാളിയെ മലയാളിയാക്കി മാറ്റി വ്യക്തിത്വഹാനി വരാതെ എവിടെയും സവിശേഷ മൂല്യങ്ങൾ ഉയർത്തി വേർതിരിച്ചു നിർത്താൻ സഹായിച്ചത് കേരള സമുദായത്തിൻ്റെ തനിമയാർന്ന സംസ്കാരമത്രേ. വെള്ളമുണ്ടുടുപ്പും രണ്ടു നേരം കുളിയും ഊണിൻ്റെ ക്രമവും ചിട്ടയും ലളിതമായ ജീവിതചര്യവും ശുചിത്വവും തൊടുന്നതിലെല്ലാം വെടിപ്പും ദേവോപാസനയും അമ്പലത്തെയും ആലിനെയും ചുറ്റിയുള്ള സാമൂഹ്യ ചർച്ചാവേദിയുമെല്ലാം മലയാളക്കരയെ മറ്റിടങ്ങളിൽ നിന്ന് പണ്ടേ മാറ്റി നിർത്തി. ആധുനിക കാലത്തെ ബ്രാഹ്മണ്യത്തിൻ്റെ മാനദണ്ഡം വെച്ച് പഴയകാല ബ്രാഹ്മണ്യത്തെ ദയവായി പരിഹസിക്കാതിരിക്കുക. മലയാളികളുടെ മാതൃഭൂമിയിൽ ബ്രാഹ്മണ്യത്തെ പറ്റിയുള്ള വാക്കുകളാണ്. അപ്പോൾ ഒരു ഇല്ലാക്കഥയെ, കേരളത്തെ സൃഷ്ടിച്ചത് തന്നെ ഈ ബ്രാഹ്മണ്യമാണ് എന്ന് ചരിത്രത്തെ വ്യാഖ്യാനിക്കുന്നു എന്നുള്ളതാണ്. ഇത് ആധുനിക കാലത്ത് രൂപം കൊണ്ടൊരു കാര്യം. അപ്പോൾ പൊതുവേ പറയുന്നൊരു കാര്യം, ബ്രാഹ്മണ്യം എന്നത് ഒരു ചരിത്രഭൂതകാലമാണെന്നും ജീവിക്കുന്ന ഒന്നല്ലെന്നുമാണ് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മുടെ വർത്തമാനകാല സാമൂഹ്യ വ്യവഹാരങ്ങൾ ബ്രാഹ്മണ്യം ജീവിക്കുന്ന ഒരു പ്രതിഭാസമാണെന്ന് തെളിയിക്കുന്നു. 2008 തമിഴ്നാട്ടിൽ വിഴിപുരം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ജാതിമതിൽ തകർക്കാൻ സാധിച്ചത്. കഴിഞ്ഞ ദിവസമാണ് തമിഴ്നാട്ടിൽ
ദളിതർക്ക് ചെരുപ്പമിട്ട് റോഡിലൂടെ നടക്കാൻ സാധിച്ചത്. കേരളത്തിലെ ഒരു മന്ത്രിക്ക് പോലും അയിത്തം നേരിടുന്ന സാഹചര്യം ഉണ്ടായി. ഇങ്ങനെ പലതരത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ റിക്രൂട്ട്മെന്റ് ബോർഡിൻ്റെ ഒരു നോട്ടിഫിക്കേഷനിൽ ഗുരുവായൂർ അമ്പലത്തിൽ പാചകക്കാരനാകണമെങ്കിൽ പോലും ബ്രാഹ്മണനായിട്ട് ജനിക്കണം. ഇങ്ങനെ വർത്തമാനകാല കേരള സമൂഹത്തെയും ബ്രാഹ്മണ്യം എങ്ങനെ പിടിമുറുക്കിയിരിക്കുന്നു എന്ന് ഈ അവസ്ഥാവിശേഷങ്ങളെല്ലാം തെളിയിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു ആമുഖ ഭാഗമായിട്ട് സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇനി വിഷയത്തിലേക്കൊന്ന് ആഴത്തിലിറങ്ങി വന്നാൽ, പൊതുവെ നമ്മൾ ബ്രാഹ്മണ്യത്തെ നിർവചിക്കുന്നതിന് വേണ്ടി ഋഗ്വേദത്തിലെ പുരുഷ സൂക്തം ഉപയോഗിക്കാറുണ്ട്. ബ്രാഹ്മണോസ്യ മുഖമാസീത് ബാഹുരാജന്യകൃത ഊരു തദസ്യ വൈശ്യ പദ്ഭ്യാം ശൂദ്രോ അജായത എന്നുള്ള സൂക്തം. യഥാർത്ഥത്തിൽ ഈ ചാതുർവർണ്ണ്യത്തിൻ്റെ സൃഷ്ടികർത്താവ് എന്ന് പറയുന്നത് ഋഗ്വേദമാണ്. ഋഗ്വേദത്തിൽ മാത്രമല്ല, യജുർവേദത്തിലും, യജുർവേദം 31-ാം അധ്യായത്തിൽ 11-ാം മന്ത്രത്തിൽ ഈ പുരുഷ സൂക്തം കാണാം. അവിടെയും ഈ ചാതുർവർണ്ണ്യമാണ് സമൂഹ സൃഷ്ടിയുടെ ആധാരമെന്ന് യജുർവേദവും വിശദീകരിക്കുന്നുണ്ട്. ഈ രണ്ട് സൂക്തങ്ങൾ മാത്രമല്ല, ഋഗ്വേദത്തിലെ 1-ാം മണ്ഡലത്തിലെ 113:6 നീ ക്ഷത്രത്തിന് സമ്പത്തുണ്ടാക്കാൻ, നീ യാഗം ചെയ്യാൻ, നീ കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കാൻ എന്നിങ്ങനെ വ്യത്യസ്ത ജീവിതമുള്ളവരെ ഉഷസ് നിയോഗിച്ചു എന്ന് ഋഗ്വേദം 1-ാം മണ്ഡലം 113-ാം സൂക്തം 6-ാം മന്ത്രത്തിൽ കാണാം. അപ്പൊ ചുരുക്കത്തിൽ മനുഷ്യരെ ശ്രേണീകൃതമായി തരംതിരിക്കുന്ന, അസമത്വത്തെ ഊട്ടിയുറപ്പിക്കുന്ന ഒരു സിദ്ധാന്തത്തിൻ്റെ ഉൽപ്പത്തി കേന്ദ്രം എന്ന് പറയുന്നത് ഋഗ്വേദവും യജുർവേദവുമാണ് എന്ന് വളരെ വ്യക്തമായിട്ട് തെളിയുന്നുണ്ട്. കുമാരിലഭട്ടൻ ധർമ്മം എന്ന പദത്തെ വ്യാഖ്യാനിക്കുമ്പോൾ കുമാരിലഭട്ടൻ, മീമാംസകനായ കുമാരിലഭട്ടൻ പറയുന്നത് വർണ്ണാശ്രമങ്ങളുടെ കടമകളും കർത്തവ്യങ്ങളുമാണ് ധർമ്മം എന്നാണെന്നാണ്. അപ്പം ഇങ്ങനെ എല്ലാ തരത്തിലും ഈ കൃതികൾ ആകമാനം പരിശോധിക്കുമ്പോൾ ഈ ബ്രാഹ്മണ്യത്തെ ഊട്ടിയുറപ്പിക്കുന്ന, അതിൻ്റെ അമ്മുമ്മ കഥകളെ സൃഷ്ടിക്കുന്ന പല കാര്യങ്ങളും ഈ മന്ത്രങ്ങളിൽ നമുക്ക് കാണാം. പൊതുവേ പറയുന്ന ഒരു കാര്യം, സുകുമാർ അഴീക്കോടിനെ പോലെയുള്ള അധ്യാപകരും പ്രഭാഷകരുമായിട്ടുള്ള ആളുകൾ പോലും ഉപനിഷത്ത് വളരെ പുരോഗമനകരമായ കാര്യമാണ്, വേദങ്ങളിൽ ഇങ്ങനെയൊക്കെ കണ്ടേക്കാം, പക്ഷെ ഉപനിഷത്ത് വലിയ ഹിമാലയമാണെന്ന് സുകുമാർ അഴീക്കോട് എഴുതി. തത്വമസി എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകം വായിച്ചാൽ ഇത് മനസ്സിലാകും. ഇപ്പോഴും പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു കാര്യമാണ് ഉപനിഷത്ത് എന്ന് പറയുന്നത് ഇന്ത്യൻ തത്വചിന്തയുടെ ഹിമാലയമാണ് എന്ന്. ആ തത്വചിന്തയുടെ ഹിമാലയത്തിൽ നിന്നും ചില വരികൾ ഉദ്ധരിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ദശോപനിഷത്തുകൾ, ശങ്കരാചാര്യർ ഭാഷ്യം രചിച്ച ഉപനിഷത്താണ് ചാന്തോക്യോപനിഷത്ത്. അതിൻ്റെ 5, 10, 7 നോക്കാം. തത്ര തേഷു അനിശയിനാം യേ ഇഹലോകേ രമണീയം ശോഭനം ചരണം ശീലം യേഷാം തേ രമണീയ ചരണേനോപലക്ഷിതഃ ശോഭനോ അനുശയഃ പുണ്യം കർമ്മം യേഷാം തേ രമണീയ ചരണാഃ ഉച്യന്തെ ക്രൗര്യ അനുൃത മായാവർജിതാനാം ഹി ശക്യ ഉപലക്ഷയിതും ശുഭാനുഷയ സദ്ഭാവഃ തേന അനുശയേന പുണ്യേന കർമ്മണ ചന്ദ്രമണ്ഡലേ ഭുക്തശേഷേണ അഭ്യാസോഹ ക്ഷിപ്രമേവ യദിതി ക്രിയാവിശേഷണം തേ രമണീയാം ക്രൗര്യാദിവർജിതാം യോനിമാപദ്യേരൻ ക്രൗര്യാദിവർജിതാം യോനിമാപദ്യേരൻ പ്രാപ്നുഹു ബ്രാഹ്മണയോനിം വാ ക്ഷത്രിയയോനിം വാ വൈശ്യയോനിം വാ സ്വകർമാനുരൂപേണ എന്ന് പറയുന്നു. അതായത് ശോഭനമായ അനുഷയത്തോട്, അതായത് പുണ്യകർമ്മത്തോട് കൂടിയവരെ രമണീയ ചരണന്മാരെന്ന് പറയുന്നു. ക്രൗര്യം, അനൃതം, മായ ഇവയൊന്നുമില്ലാത്തവർക്ക് ശോഭനമായ അനുഷയം ഉണ്ടായിരിക്കുമെന്ന് വിചാരിക്കാവുന്നതാണല്ലോ എന്ന് ശങ്കരൻ പറയുന്നു. എന്നിട്ട് അദ്ദേഹം തുടരുന്നത്, ചന്ദ്രമണ്ഡലത്തിൽ അനുഭവിച്ചത് കഴിച്ച് ശിഷ്ടമുള്ള പുണ്യകർമ്മമാകുന്ന ശോഭനമായ അനുഷയ നിമിത്തം ക്രൗര്യം മുതലായതില്ലാത്ത ശോഭനമായ യോനിയെ, അതായത് ബ്രാഹ്മണ യോനിയെയോ ക്ഷത്രിയ യോനിയെയോ വൈശ്യയോനിയെയോ തൻ്റെ കർമ്മമനുസരിച്ച് പ്രാപിക്കുക എന്നുള്ളത് താമസിയാതെ തന്നെ ഉണ്ടാകാവുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ഓരോ യോനിയിൽ ജനിക്കുന്നത് അവരുടെ തന്നെ പുണ്യകർമ്മ പാപങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്ന് ചാന്തോക്യോപനിഷത്ത് വ്യാഖ്യാനിച്ചുകൊണ്ട് ശങ്കരാചാര്യർ പറഞ്ഞു വെക്കുന്നു. പാപം ചെയ്യുന്നവർ
പട്ടിയായിട്ടോ പന്നിയായിട്ടോ ചണ്ടാളനായിട്ടോ ജനിക്കുമെന്നും ശങ്കരൻ പറഞ്ഞു വെക്കുന്നു. അഭ്യാശോഹയത്തെ കബൂയാം യോനിം ആപദ്യേരൻ അശ്വയോനിം വാ സൂകരയോനിം വാ ചണ്ടാലയോനിം വാ. ഇതുകൊണ്ട് കഴിഞ്ഞില്ല. തത്വമസി പറയുന്ന ഈ ചാന്തോക്യോപനിഷത്തിൽ തന്നെയാണ് യാഗശാലയിൽ ചണ്ടാളന്മാർ പ്രവേശിച്ചാൽ യാഗശാല അശുദ്ധമാകുമെന്ന് പറയുന്നതും ഈ തത്വമസി എഴുതപ്പെട്ട ചാന്തോക്യോപനിഷത്തിൽ തന്നെയാണ്. അപ്പൊ ഇങ്ങനെ നോക്കിയാൽ ഈ കർമ്മ സിദ്ധാന്തത്തെ അടിസ്ഥാനപരമായി ഈ മനുഷ്യരെ തരംതിരിക്കുന്ന, മനുഷ്യരുടെ ജന്മത്തിൻ്റെ അടിസ്ഥാനം തന്നെ അവർ ചെയ്ത പൂർവജന്മകൃതമായ പാപവും പുണ്യവുമാണ് എന്ന് പറയുന്ന ഒരു സിദ്ധാന്തത്തിൻ്റെ കേന്ദ്രം ഈ ഉപനിഷത്തുക്കളാണ് എന്നുള്ളത് ചാന്തോക്യോപനിഷത്ത് പരിശോധിച്ചാൽ തന്നെ വളരെയധികം വ്യക്തമാണ്. ഈ സിദ്ധാന്തങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പിൽക്കാലത്ത് രചിക്കപ്പെടുന്ന ധർമ്മസൂത്രങ്ങളിൽ ശ്രീണീകൃത അസമത്വം പല രൂപങ്ങളിൽ വിധാനിക്കപ്പെട്ടിരിക്കുന്നു. 1-2 ഉദാഹരണങ്ങൾ മാത്രം പറയാം. വസിഷ്ഠ സൂത്രത്തിൽ പറയും, അസ്വതന്ത്ര സ്ത്രീ പുരുഷപ്രധാന, അസ്വതന്ത്ര സ്ത്രീ നാദിചരേത് ഭർത്താരം വാക്ചക്ഷുഹു കർമ്മ സംയത. സ്ത്രീകൾ അസ്വതന്ത്രകളാണ്, അവർ ഭർത്താക്കന്മാരെ ഉല്ലംഘിക്കാൻ പാടില്ല എന്ന്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അതിഥി എന്നാൽ അതിഥി ദേവോ ഭവ എന്നാണ് പൊതുവെ പറയുന്നത്. അതിഥി ദേവോ ഭവ കേട്ട് കഴിയുമ്പോൾ എന്തോ വിപ്ലവകരമായ വാക്യമാണെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ആപസ്തംഭ ധർമ്മസൂത്രത്തിൽ പറയും, അഗ്നിരിവ ജലൻ അതിഥിരഭ്യാഗച്ഛതി ധർമ്മേണ വേദാനാമേകൈകം ശാഖാമതീത്യ ശ്രോത്രിയോ ഭവതി സ്വധർമ്മയുക്തം കുടുംബിനം അഭ്യാഗച്ഛതി ധർമ്മപുരസ്കാരോ നാന്യപ്രയോജനഃ സ്വ അതിഥിർഭവതി തസ്യ പൂജായാം ശാന്തിഃ സ്വർഗശ്ച. അതിഥി എന്ന് പറയുന്നത് ശ്രോത്രിയനായ ബ്രാഹ്മണനാണെന്നും ശ്രോത്രിയനായ ഒരു ബ്രാഹ്മണൻ മാത്രമേ അതിഥിയായി ഭവിക്കുകയുള്ളൂ എന്നും ആപസ്തംഭ ധർമ്മസൂത്രം 2-ാം അധ്യായം 3 മുതൽ 6 വരെയുള്ള മന്ത്രങ്ങളിൽ പ്രതിപാദിച്ച് കാണാം. അപ്പൊ അതിഥി ദേവോഭവ എന്ന് പറഞ്ഞാൽ മുഴുവൻ ഇന്ത്യയിൽ ജനിച്ച മുഴുവൻ ആളുകളെയും ബ്രാഹ്മണ്യം അതിഥിയായി കാണുന്നില്ല. അതിഥിയായി ബ്രാഹ്മണ്യം പരിഗണിക്കുന്നത് ആരെ മാത്രമാണ്? ഒരു ശ്രോത്രിയനായ ബ്രാഹ്മണനെ മാത്രമാണ്. ഇങ്ങനെ പല വിഷയങ്ങളും നമുക്ക് ധർമ്മസൂത്രങ്ങൾ പരിശോധിച്ചാൽ കാണാം. വർണ്ണക്രമം പാലിച്ചില്ലെങ്കിൽ ഒരാൾ അധമനായി ജനിക്കുമെന്ന് തന്നെ വളരെ വ്യക്തമായി ആപസ്തംഭ ധർമ്മസൂത്രം പറയുന്നുണ്ട്. ധർമ്മചര്യ ജഗന്യോ വർണ്ണ പൂർവം വർണ്ണമാപദ്ധ്യതേ ജാതി പരിവൃത്തൗ അധർമ്മചര്യ പൂർവോ വർണ്ണോ ജഗന്യം വർണ്ണമാപദ്ധ്യതേ ജാതി പരിവൃത്തൗ. ആപസ്തംഭ ധർമ്മസൂത്രം 2:11, 10 മുതൽ 11 വരെയുള്ള മന്ത്രങ്ങൾ. പതിതരുമായി സഹവസിച്ചാൽ അവരശുദ്ധരാകുമെന്ന് ഗൗതമ ധർമ്മസൂത്രം പറയും. പതിത ചണ്ടാള സൂതികോദക്യ ശവസ്പൃഷ്ടിത സ്പൃഷ്ടിസ്പർശനേ സചേലകോദക സ്പർശനാ ശുദ്ധ്യതേ എന്ന് പറയും. ഒരു പതിതനെ തൊട്ടാൽ ആ തൊട്ട വസ്ത്രം ഉൾപ്പെടെ മുങ്ങിക്കുളിക്കണം എന്ന് പറയും. തന്നെയല്ല, ഈ അതിഥിയുടെ കാര്യത്തോട് കൂട്ടിച്ചേർക്കേണ്ടത് ശക്തിതഃ പ്രകർഷേ ഗുണസംസ്കാര വിധിനന്യസ്യ നവാവരൻ ഭോജയതേ ദയുജഃ യഥോത്സാഹം വാ ശ്രോത്രിയാൻ വാക്രൂപവയഃ ശീലസമ്പന്നഃ. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒരു ബ്രാഹ്മണനെ മാത്രമേ അതിഥിയായി സ്വീകരിക്കാൻ പാടുള്ളൂ എന്നുകൂടി ഇത് വിധിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മൾ നോക്കിയാൽ ഈ ധർമ്മസൂത്രങ്ങൾ ഉൾപ്പെടെയുള്ള കൃതികളിൽ ഈ ചാതുർവർണ്ണയത്തെ ശ്രേണീകൃതമായി സ്ഥാപിക്കുന്ന ഒരു വ്യവസ്ഥ സമുച്ചയം നമുക്ക് ഈ ധർമ്മസൂത്രങ്ങളിലെല്ലാം കാണാം. സമയക്കുറവ് കൊണ്ട് ഞാൻ എൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. എൻ്റെ സംഭാഷണത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത്, ഇങ്ങനെ നമ്മൾ ഇതിഹാസ പുരാണ പാഠങ്ങളിലും ധർമ്മസൂത്രങ്ങളിലും ഉപനിഷത്തുകളിലും ഒക്കെ ഇതുണ്ടെങ്കിലും ചിലപ്പോൾ സാമാന്യ ജനങ്ങൾക്ക് ചിലപ്പോൾ അത് അറിഞ്ഞുകൊള്ളണമെന്നില്ല. ആ സാമാന്യ ജനങ്ങൾക്ക് ഇതെങ്ങനെയാണ് കിട്ടുന്നത്? അത് സന്ധ്യയ്ക്ക് ചൊല്ലുന്ന നാമങ്ങളിലൂടെയാണ് ഈ വ്യവസ്ഥയെ അവർ സ്വാംശീകരിക്കുന്നത്. അതിലേക്കാണ് എൻ്റെ സംഭാഷണത്തിൻ്റെ മെയിൻ പോയിന്റ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഭാഗവത സപ്താഹയജ്ഞം, ഗീതാജ്ഞാനയജ്ഞം, ഇപ്പം നാരായണ ഗുരുവിൻ്റെ പേരിൽ തന്നെ സത്രം നടക്കുന്നുണ്ട്. അപ്പോൾ ഈ കീർത്തനങ്ങളിലൂടെയാണ്, ഈ സന്ധ്യനാമം ചൊല്ലലുകളിലൂടെയാണ് ഈ ബ്രാഹ്മണ്യം മനുഷ്യരെ സ്വാംശീകരിച്ചു കൊണ്ടിരിക്കുന്നത്. സന്ധ്യയ്ക്ക് ഇരുന്ന് ചൊല്ലുന്ന നാമങ്ങളിലൂടെ, ക്ഷേത്രങ്ങളിൽ ഇരുന്ന് ഭജിക്കുന്ന
രാമനാമ ജപങ്ങളിലൂടെ ബ്രാഹ്മണ്യം സ്വാംശീകരിക്കപ്പെടുക. ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് ആ വിഷയത്തിലേക്ക് കടക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു മന്ത്രമാണ്, അല്ലൊരു നാമമാണ് രാമ രാമ പാഹിമ മുകുന്ദ രാമ പാഹിമ. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമ. ഞാൻ മിക്കവാറും വേദികളിൽ പറയുന്നൊരു കാര്യമാണ്. അതിൻ്റെ തൊട്ടടുത്ത വരി നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അറിയാം, ഭംഗിയോട് ഭൂമി തന്നെ ബ്രാഹ്മണർക്ക് നൽകുവാൻ ഭാർഗവനായി വന്നുദിച്ച രാമ രാമ പാഹിമ. അപ്പൊ ഇന്ത്യയിലെ ബഹുജനങ്ങളും പിന്നോക്കക്കാരും ദളിത സമുദായങ്ങളും എല്ലാം സന്ധ്യക്കിരുന്ന് ചൊല്ലുകയാണ്, ഭംഗിയോട് ഭൂമി തന്നെ ബ്രാഹ്മണർക്ക് നൽകുവാൻ ഭാർഗവനായി വന്നുദിച്ച രാമ രാമ പാഹിമ. ബ്രാഹ്മണർക്ക് ഭൂമി കൊടുക്കാൻ വരുന്ന രാമൻ എന്നെ രക്ഷിക്കട്ടെ. ചോദ്യം വളരെ ലളിതമാണ്. ബ്രാഹ്മണർക്ക് ഭൂമി കൊടുക്കാൻ വരുന്ന രാമൻ ഇന്ത്യയിലെ ബഹുജനങ്ങളെ രക്ഷിക്കുമോ? രക്ഷിക്കില്ല എന്ന് അതിൽ നിന്ന് വളരെ വ്യക്തമാണ്. അപ്പൊ ഈ രാമനാമം ചൊല്ലിക്കൊണ്ട് ഇരുന്നതിൻ്റെ അനന്തര ഫലമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത്. ഈ ഭാഗവത സപ്താഹ യജ്ഞവേദികളിൽ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പുരാണമാണ് ഭാഗവതം. എഴുത്തച്ഛൻ എഴുതിയെന്ന് കരപ്പെടുന്ന ഭാഗവതം കിളിപ്പാട്ട്. അതിലെ ഭാഗവതം സപ്തമസ്കന്ധത്തിൽ പറയും, മുന്നം ബദര്യാശ്രമത്തിൽ ഞാൻ ചെന്നിട്ട് വന്ദിച്ച് നാരായണനോട് ഇതുപോലെ ചോദിച്ച നേരം എനിക്ക് നാരായണൻ മോദാരരുൾ ചെയ്ത പോലെ ചൊല്ലുന്നു ഞാൻ. നിർമ്മല വർണ്ണാശ്രമസ്ഥിതി കൊണ്ടിഹ നിർമ്മലാത്മാ ഭഗവാൻ പ്രസാദിക്കുന്നു. എഴുത്തച്ഛൻ മറയില്ലാതെ പറയുന്നു, ഭഗവാൻ എങ്ങനെയാണ് പ്രസാദിക്കുന്നത്? നിർമ്മല വർണ്ണാശ്രമസ്ഥിതി കൊണ്ട്, നിർമ്മലമായ വർണ്ണാശ്രമം കൊണ്ട്, ജാതി വ്യവസ്ഥ കൊണ്ടാണ് ഭഗവാൻ പ്രസാദിക്കുന്നത് എന്ന് എഴുത്തച്ഛൻ പാടുന്നു. ഇതാണ് ഭക്തിപൂർവം 7 ദിവസം ഇരുന്ന് വായന, സന്ധ്യയ്ക്ക് വായന, രാത്രി വായന, വായനയോട് വായന. കഴിഞ്ഞില്ല. മന്ത്ര സംസ്കാരവും സദ്ധിജത്വം പിന്നെ അന്തരമെന്നിയേ വൈദിക വൃത്തിയും യാഗവും സൽക്കർമ്മവും ഇവ ബ്രാഹ്മണരായവർക്കുള്ള വൃത്തിയാകുന്നതും. മന്ത്രസംസ്കാരവും ദ്വിജത്വവും എല്ലാം ബ്രാഹ്മണർക്കുള്ളതാണ്, മറ്റുള്ളവർക്കുള്ളതല്ല. ഇനി ശൂദ്രന്റെ ധർമ്മം എന്താണെന്ന് ഭാഗവതം പറയും, കിളിപ്പാട്ട്. വന്ദനം ശൗചവും സ്വാമി സേവ പിന്നെ മന്ത്രമില്ലാതെ സൽക്കർമ്മങ്ങൾ സത്യവും അന്തരാഭക്തി കളവ് കൂടാതെയും ഗോരക്ഷയം കൃഷിവാണിഭമീ വക നേരോടെ ചെയ്യുക ശൂദ്രന്നിവ ലക്ഷണം. കഴിഞ്ഞുപോയ കാര്യമല്ല, ഈ 2023 വായിക്കുന്ന പുസ്തകത്തിലെ വരികളാണ്. സ്ത്രീധർമ്മം എന്താണ്? നാരായണ സമൻ ഭർത്താവിതെന്നതും ചിത്തേ ഈ വണ്ണമുള്ളൊരു തരുണിമാർ മുക്തി ചേരുമെന്ന് ചൊല്ലുന്നു വേദവും. പത്തന രക്ഷണാദ്യലങ്കരണത്വവും നിത്യം ഉപകരണത്തോടു വാഴുക. ഭർത്തൃവ്രതം വണക്കമടക്കം സത്യം മിഥ്യാവാക്യന്യേ പ്രേമം ഭർത്തൃ ശുശ്രൂഷ. ഇപ്പൊ സ്ത്രീകളുടെ ധർമ്മം എന്ന് പറയുന്നത് ഭർത്താവിനെ നിരന്തരം ശുശ്രൂഷിക്കുക, അവരോട് കള്ളം പറയാതിരിക്കുക. ആണുങ്ങളുടെ കൈയൊക്കെ മാങ്ങ പറിക്കാൻ പോവുകയാണോ എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും. അതുപോലെ കഴിഞ്ഞില്ല, ഭർത്താവിനെ ആരായിട്ട് കാണണം? നാരായണനായിട്ട് കാണണം. അങ്ങനെ നിരന്തരം ഭർത്താവിനെ വിഷ്ണുവായി കരുതി ഉപാസിച്ചാൽ അവർക്കൊരു വാഗ്ദാനമുണ്ട്, അവർക്ക് മോക്ഷം കിട്ടും. അത്തരം സ്ത്രീകൾക്ക് മോക്ഷം കിട്ടും. അപ്പൊ ഈ പുരുഷാധിപത്യമാണ് സന്ധ്യക്കിരുന്ന് ഇത് വായിച്ച് സ്വാംശീകരിക്കുക. രാമരാമ ഭാഗിമാമെന്ന് ചൊല്ലിയിട്ട് ഇതും കൂടെ ചൊല്ലി ഈ പുരുഷാധിപത്യത്തെ സ്വാംശീകരിക്കുകയാണ്. ഈ ചതുർവർണ്ണത്തിൽ പെട്ടവർണ്ണ മാത്രമല്ല, സങ്കരജാതി ധർമ്മം എന്ന് പറയുന്ന ഒരു ധർമ്മവും ഭാഗവതം കിളിപ്പാട്ടിൽ പറയും. സങ്കരജാതികൾക്കുള്ള ക്രമം ചൊല്ലാം പങ്കമന്യേ തത്തജാത്യാചാരങ്ങളും ചെയ്യുകയും ബ്രാഹ്മണരോടുള്ള ചേർച്ചയും ചെയ്യരുതേ സ്തേയവും അസത്യങ്ങളും. മോഷ്ടിക്കാൻ പാടില്ല, അസത്യം പറയാൻ പാടില്ല. പിന്നെ ഒരു കാര്യം കൂടെ ചെയ്യാൻ പാടില്ല, ബ്രാഹ്മണരോട് ചേർച്ച പാടില്ല. അകന്ന് നിൽക്കണം, അവരോട് സേവ ചെയ്യുക, പക്ഷെ അങ്ങോട്ട് അടുത്ത് ചെല്ലാൻ പാടില്ല. ഇനിയും 31 ദിവസം വായിക്കുന്ന മറ്റൊരു പുസ്തകമുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, രാമായണം കിളിപ്പാട്ട്. അതിൽ സ്ത്രീധർമ്മം, അച്ഛനെന്തുള്ളിലൊന്നിച്ചയെന്നാൽ അതിങ്ങിച്ചയെന്നങ്ങുറച്ചിടേണം അമ്മയും ഭർത്തൃകർമാനുകരണമത്രേ പാതിവൃത്യനിഷ്ഠാവധൂനാമെന്ന് നിർണയം. അച്ഛൻ എന്ത് വിചാരിച്ചോ മകൾ അത് അച്ഛൻ പറയുന്നതിന് മുമ്പ് തന്നെ വിചാരിച്ചത് ചെയ്യണം. കഴിഞ്ഞില്ല.
നാദാ പതിവ്രതയാം ധർമ്മപത്നി ഞാൻ, ആധാരവുമില്ല മറ്റെനിക്കേതുമേ, ഏതുമേ ദോഷവുമില്ല ദയാനിതേ, പാദ ശുശ്രൂഷാവധം മുടക്കായികമേ. ഭർത്താവിൻ്റെ പാദ ശുശ്രൂഷ ഒരിക്കലും മുടക്കാൻ പാടില്ല. മഹാഭാരതം കിളിപ്പാട്ട് സംഭവപർവത്തിൽ പറയും, സ്വാതന്ത്ര്യം നാരിമാർക്കില്ലെന്നല്ലോ ചൊല്ലിയിടുന്നു, താതൻ താൻ രക്ഷിക്കണം കൗമാര വയസ്സിങ്കൽ, ഭർത്താവ് രക്ഷിക്കണം വാർദ്ധക്യ വയസ്സിങ്കൽ. ഇത് കേട്ട് കഴിയുമ്പോൾ നമുക്കൊരു വരി ഓർമ്മ വരും, മനുസ്മൃതിയിലെ ഭർത്താരക്ഷതി യൗവനെ എന്ന് പറയുന്ന വരി. ആ മനുസ്മൃതിയിൽ അതേ വാചകം എഴുത്തച്ഛൻ തർജ്ജമ ചെയ്ത് വെച്ചിരിക്കുക. അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ സന്ധ്യനാമങ്ങളിലൂടെ ഈ ബ്രാഹ്മണ്യം ദിവസേന നമുക്കുള്ളിലേക്ക് സ്വാംശീകരിച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഈ കർമ്മ പുനർജന്മ സിദ്ധാന്തങ്ങളിലൂടെയാണ് അത് നിരന്തരം ഭക്തിയായി, ഭക്തി എന്ന് പറയുന്ന സംഗതി തന്നെ ബ്രാഹ്മണ്യത്തെ ഊട്ടിയുറപ്പിക്കുന്ന ഒന്നായി മാറിത്തീരുന്നു എന്നുള്ളത് ഈ കൃതികളുടെ സമൂല പഠനത്തിൽ നമുക്ക് ബോധ്യപ്പെടും. എൻ്റെ പ്രഭാഷണത്തിന് രണ്ടാം ഭാഗത്തിലേക്ക് വരികയാണ്. ഞാൻ വളരെ പെട്ടെന്ന് ചുരുക്കാം, സമയം വളരെ കുറച്ചേ ഉള്ളെന്ന് അറിയുകയും ചെയ്യാം. അപ്പോൾ ഇത് പ്രധാനപ്പെട്ട മൂലപാഠങ്ങളും ഭക്തിപരമായ കീർത്തന സാഹിത്യം. ഞാൻ മുഴുവൻ കൃതികൾ ഇവിടെ പരിശോധിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, സമയക്കുറവ് മൂലം. പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാനയൊക്കെ പരിശോധിച്ചാൽ ഇത്തരം ധാരാളം സംഭവവികാസങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അതിനേക്കാൾ ഒക്കെ ഉപരിയായിട്ട്, അതും പ്രധാനമായിട്ടിരിക്കെ തന്നെ വലിയ വിപ്ലവകാരിയായിട്ട് അറിയപ്പെടുന്ന ഒരാളാണ് സ്വാമി വിവേകാനന്ദൻ. കേരളത്തിലെ പുരോഗമന ബുദ്ധിജീവികളെ സംബന്ധിച്ചും ജാതി വ്യവസ്ഥയ്ക്കെതിരായി പോരാടിയ ഒരാളായി സ്വാമി വിവേകാനന്ദനെ പൊതുവെ അടയാളപ്പെടുത്താറുണ്ട്. യഥാർത്ഥത്തിൽ ഈ ബ്രാഹ്മണ്യത്തെ ഊട്ടിയുറപ്പിക്കുന്ന, അല്ലെങ്കിൽ ആ അമ്മുമ്മ കഥയെ സാധൂകരിക്കുന്ന നിലപാട് തറയാണ് വിവേകാനന്ദൻ കൈക്കൊണ്ടിട്ടുള്ളത് എന്ന് അദ്ദേഹത്തിൻ്റെ കൃതികളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. വിവേകാനന്ദന്റെ ചിന്തകളിലേക്ക് വന്നാൽ, ഞാനിവിടെ ഉപയോഗിക്കുന്നത് സ്വാമി വിവേകാനന്ദൻ്റെ കംപ്ലീറ്റ് വർക്ക്സ് ആണ്. അത് അദ്വൈതാശ്രമം കൽക്കട്ട 1991 പ്രസിദ്ധീകരിച്ച പുസ്തകവും, അതുപോലെ തന്നെ രാമകൃഷ്ണാശ്രമം പുറപ്പെടുവിച്ച മലയാളത്തിലുള്ള സ്വാമി വിവേകാനന്ദൻ്റെ സമ്പൂർണ്ണ കൃതികളുമാണ് ഈ ചർച്ചയ്ക്ക് ആധാരമായിട്ടുള്ളത്. സംശയമുള്ളവർക്ക് ആ കൃതികൾ പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ ബ്രാഹ്മണ്യത്തെ ദേശീയമായ രൂപീകരണത്തിൻ്റെ ഘട്ടത്തിൽ ഒരു ബ്രാഹ്മണ്യ ദേശീയതയാക്കി മാറ്റിയതിൽ സ്വാമി വിവേകാനന്ദൻ വലിയ സംഭാവന നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കൃതികൾ പരിശോധിക്കുമ്പോൾ ബോധ്യപ്പെടുന്നത്. ആര്യൻ ദൈവം എല്ലാ ജനസമൂഹങ്ങളുടെയും ആദി പിതാവാണ്. സെമറ്റിക് ദൈവം പേടിപ്പെടുത്തുകയും ഭീതിപ്പെടുത്തുകയും ചെയ്യുന്നു. വാള്യം 8 151 പേജ്. അപ്പോൾ ഇന്ത്യയിൽ തദ്ദേശീയമായി നിലനിന്നിരുന്ന നിരവധി ദേവതാ സങ്കല്പങ്ങളെല്ലാം ഒക്കെ നിരസിച്ചുകൊണ്ട് ആര്യൻ ദൈവത്തെ ഒരു പ്രധാനപ്പെട്ട ദൈവസങ്കല്പമായി വിവേകാനന്ദൻ മുന്നോട്ട് വെച്ചു. സ്വന്തം ആര്യൻ അകക്കാമ്പ് കണ്ടെത്തണമെങ്കിൽ ഇന്ത്യ ആദ്യം ചിരപുരാതനമായ ആര്യൻ പാഠങ്ങളും ലോകത്തിലെ ആദ്യത്തെ സാഹിത്യകൃതികളുമായ വേദത്തിലേക്ക് തിരിച്ചു നടക്കണം എന്ന് വിവേകാനന്ദൻ പറഞ്ഞു. വോള്യം 1 344. മറ്റൊരു വാചകം, ദൈവം ഒരിക്കലേ സംസാരിച്ചിട്ടുള്ളൂ, അത് സംസ്കൃതത്തിലാണ്. പിന്നെ ദൈവം വേറൊരു ഭാഷയിലും സംസാരിച്ചിട്ടില്ല. ഇനിയും ഈ ആര്യന്മാരെ സംബന്ധിച്ചുള്ള സംസാരത്തിലാണ് നമ്മൾ ആര്യന്മാരെ എങ്ങനെ വിവേകാനന്ദൻ നിർവചിക്കുന്നു എന്നത് പരിശോധിക്കുമ്പോഴാണ് എത്രമാത്രം വംശീയ വെറിയും ജാതി സാമൂഹികതയും വിവേകാനന്ദൻ ഊട്ടിയുറപ്പിക്കുന്നത് എന്ന് നമുക്ക് ബോധ്യപ്പെടും. വടക്ക് ഭാഗത്താണ് ആര്യന്മാർ ജീവിച്ചത്. അവർക്ക് ഊഷ്മളവും കാവ്യാത്മകവുമായ പ്രകൃതമുണ്ടായിരുന്നു. ക്രമബദ്ധമായ ശാരീരിക സവിശേഷതകളും കറുത്ത കണ്ണുകളുള്ളവരുമായിരുന്നു ആര്യന്മാർ. അവരുടെ മുടിയും ചർമ്മവും പാൽ തുള്ളികൾ പോലെയായിരുന്നു. സ്വാഭാവികമായും ആര്യൻ കലർപ്പില്ലാത്തവനും ലൈംഗിക വിഭജന മനോഭാവമില്ലാത്തവരുമായിരുന്നു. ശ്രദ്ധിക്കുക, അവർ കലർപ്പില്ലാത്തവരായിരുന്നു, രക്തശുദ്ധിയുള്ളവരായിരുന്നു എന്ന വാദമാണ് വിവേകാനന്ദൻ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ആര്യൻ എന്ന് പറയുന്നത് ഒരു വംശീയ സ്വത്വമായി വിവേകാനന്ദൻ അവതരിപ്പിച്ചു. കഴിഞ്ഞില്ല. ഒറ്റപ്പെട്ട് ജീവിച്ചതിനാൽ അതിമാനുഷരുടേതായ ഈ രഹസ്യ ആര്യൻ ഗോത്രം എങ്ങനെ അതിജീവിച്ചു എന്ന് ആധുനിക കാലത്തെ മനുഷ്യർക്കാർക്കും അറിയില്ല. മിഷനറിമാർ അവരെ കണ്ടെത്തിയില്ല. മുസ്ലിം സ്വാധീനങ്ങൾ അവർക്കേശിയില്ല. മുസ്ലിം സ്വാധീനം ഇല്ലാത്തത് കൊണ്ടാണ് ആര്യന്മാർ ഒരു ശുദ്ധ ഗോത്രമായി അവശേഷിച്ചത് എന്ന് വിവേകാനന്ദൻ പറഞ്ഞു വെക്കുന്നു.
വിവേകാനന്ദൻ്റെ മുസ്ലിം വെറി വീണ്ടും നമുക്ക് പരിശോധിക്കാം. തൽക്കാലം അത് അവിടെ നിൽക്കട്ടെ. ഇനി ആര്യൻ എന്ന് പറയുന്ന ഒരു വംശീയ സ്വത്വത്തെ അവതരിപ്പിക്കുമ്പോൾ വിവേകാനന്ദൻ പറയും, ആര്യന്മാർ നീണ്ട മൂക്കുള്ളവരും വെളുത്ത നിറമുള്ളവരും മുടികൾ കറുത്തവരോ തവിട്ട് നിറമുള്ളവരോ കണ്ണുകൾ കറുത്തവരോ നീല നിറമുള്ളവരോ ആണ് എന്ന് വിവേകാനന്ദൻ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഒരു പ്രത്യേകമായ വംശീയ സ്വത്വമാണ് ആര്യന്മാർ എന്ന് സ്ഥാപിക്കുക വഴി ഇന്ത്യൻ ബ്രാഹ്മണ്യത്തെ ഊട്ടിയുറപ്പിക്കുകയാണ് വിവേകാനന്ദൻ ചെയ്തത്. അദ്ദേഹം ജാതി വ്യവസ്ഥക്കെതിരായി ചില വാചകങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് കരുതി അത് മാത്രം എടുത്തു വെച്ചുകൊണ്ട് സമഗ്രമായി വിവേകാനന്ദനെ വിലയിരുത്താൻ സാധ്യമല്ല. സമ്പൂർണമായ വിവേകാനന്ദ പഠനം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് ജാതി സാമൂഹിക അസമത്വ വ്യവസ്ഥയ്ക്കെതിരായി വിവേകാനന്ദൻ നിലകൊണ്ടിട്ടില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ വാചകങ്ങളും ചിന്തകളും നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. വിവേകാനന്ദൻ പറയും, ആര്യൻ കുടുംബത്തിൻ്റെ ഓരോ ശാഖയ്ക്കും ലോകത്തെ നാഗരികവൽക്കരിക്കുന്നതിൽ പങ്കുണ്ട്. വാസ്തവത്തിൽ ലോകത്ത് നാഗരികവൽക്കരിക്കപ്പെട്ട ഒരേ വംശമേ നിലനിൽക്കുന്നുള്ളൂ, അത് ആര്യന്മാരാണ് എന്ന് വിവേകാനന്ദൻ പറഞ്ഞു. കഴിഞ്ഞില്ല, അടുത്ത വാചകമാണ് കുറെ കൂടി കടുപ്പം. ആര്യൻ രക്തം ലഭിക്കുന്നത് വരെ ഒരു വംശവും നാഗരികമാവുകയില്ല, നാഗരികത നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാനാവുകയില്ല. അതായത് ജന്മസിദ്ധവാദമായി പറയുന്നത്. കർമ്മസിദ്ധാന്തത്തിൻ്റെ ജന്മസിദ്ധാന്തവാദം വിവേകാനന്ദൻ പറഞ്ഞു വെക്കുകയാണ്, നാഗരികത നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാനാവില്ല. ഇത് തന്നെയാണ് മറ്റൊരിടത്ത് ആനി ബസന്റ് പറഞ്ഞത്, തൊട്ടുകൂടാത്ത കുട്ടികളെ ടച്ചബിളായിട്ടുള്ള സവർണരുമായിട്ട് ഒരുമിച്ചിരുത്തി പഠിപ്പിക്കരുത് എന്ന് പറഞ്ഞത്. ഇങ്ങനെ ഒരു വംശം ശരിക്കും നാഗരികരാകുന്നതിന് ആര്യന്മാർ രക്തം നൽകേണ്ടതിൻ്റെ ആവശ്യകതയാണുള്ളത്. അപ്പൊ ആര്യൻ രക്തം കലർന്നാൽ മാത്രമേ എന്ത് സംഭവിക്കുകയുള്ളൂ? ഒരു വംശം ശുദ്ധീകരിക്കപ്പെടുകയുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. ചുരുക്കത്തിൽ ഇന്ത്യയിലെ ആദിമ നിവാസികളുടെ നേർ വിപരീതമായിട്ടാണ് സ്വാമി വിവേകാനന്ദൻ ആര്യൻ സ്വത്വത്തെ അവതരിപ്പിച്ചത്. മഹത്തായ ആര്യവംശം 3 ജാതികൾ ഉൾപ്പെട്ടപ്പോൾ ആര്യന്മാരല്ലാത്ത വംശം ശൂദ്രന്മാരും ആദിവാസികളും ദ്രാവിഡരും ഉൾപ്പെട്ടു. കഴിഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞു, വടക്കേ ഇന്ത്യയിലുള്ള ആൾക്കാർ ആര്യന്മാർ അവരുടെ പൂർവ്വപിതാക്കന്മാരാണെന്നും ദ്രാവിഡന്മാരെല്ലാം പ്രാകൃതരായ ഏതോ വംശത്തിൽ നിന്നുണ്ടായി വന്നതാണെന്നും ദക്ഷിണേന്ത്യയെ ചൂണ്ടിക്കൊണ്ട് വിവേകാനന്ദൻ പറഞ്ഞു വെച്ചു. ഇങ്ങനെ പറഞ്ഞ ആളാണ് കേരളം വലിയ ഭ്രാന്താലയമാണെന്ന് പറഞ്ഞത്. ഈ ജാതിഭ്രാന്തിൻ്റെ എല്ലാ അവസ്ഥാവിശേഷങ്ങളും സ്വയം ആവാഹിച്ച് ഉദ്ധരിച്ച അതിൻ്റെ വക്താവ് കേരളം ഭ്രാന്താലയമാണെന്ന് പറയുക, സ്വയം ജാതിഭ്രാന്തിനെ ഏറ്റെടുത്തുകൊണ്ട്. അതിലേക്ക് വന്നാൽ വടക്ക് ഭാഗത്തും തെക്കു ഭാഗത്തുമുള്ള ഇന്ത്യക്കാർക്കിടയിൽ ചാർച്ചയില്ലെന്നും വടക്കേ ഇന്ത്യ എല്ലാ യൂറോപ്യന്മാരും ഭാഗമായ ആര്യവംശത്തിൻ്റെതാണെന്നും കാലിഫോർണിയയിൽ 1900 നടത്തിയ പ്രഭാഷണത്തിൽ വിവേകാനന്ദൻ പറഞ്ഞു വെച്ചു. നാഗരികതയുടെ അർത്ഥം വേദങ്ങൾ പിൻപറ്റുക എന്നതാണ്. വാസ്തവത്തിൽ വേദങ്ങൾക്കനുസൃതമായി ഗർഭം ധരിക്കപ്പെട്ട് ജനിച്ചവരാണ് ആര്യന്മാർ എന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു. രക്തപാരമ്പര്യത്തിൻ്റെ നാശം തടയുന്നത് കൊണ്ട് ജാതി അനിവാര്യമായ ഒന്നായിരുന്നു. ഇത് പറഞ്ഞത് ആരാണ്? സ്വാമി വിവേകാനന്ദന്റെ വാക്കുകളാണ്. നീഗ്രോകളുമായും അമേരിക്കൻ ഇന്ത്യക്കാരുമായും കൂടിക്കലരാൻ ആരാണ് ആഗ്രഹിക്കാത്തത്? നേർവിപരീതമായിട്ട് വേണം നമ്മൾ അർത്ഥം മനസ്സിലാക്കാൻ. ആഗ്രഹിക്കാൻ പാടില്ല എന്നാണ് വിവേകാനന്ദൻ പറഞ്ഞു വെക്കുന്നത്. പക്ഷേ പ്രകൃതി അതിനനുവദിക്കുകയില്ല. നീഗ്രോകളും അമേരിക്കൻ ഇന്ത്യക്കാരുമായിട്ട് കൂടിക്കലരാൻ ആഗ്രഹിച്ചാലും പ്രകൃതി അതിനനുവദിക്കുകയില്ല എന്ന് സ്വാമി വിവേകാനന്ദൻ പറയുന്നു. വോള്യം 3 പേജ് 409. ആര്യൻ വംശത്തെ രക്ഷപ്പെടുത്താവുന്ന അബോധപരമായ ഒരു ഉപാധിയാണ് ജാതി നൽകുന്നത്. അപ്പൊ ആര്യൻ വംശത്തിന്റെ ശ്രേഷ്ഠത നിലനിൽക്കുന്നത് ജാതി വ്യവസ്ഥയിലൂടെയാണ് എന്ന് വിവേകാനന്ദൻ പറയുന്നു. ജാതി ഹിന്ദുക്കൾ ജാതിരഹിതരുമായി കൂടിക്കലരുതെന്നും അല്ലെങ്കിൽ ആര്യന്മാർ തരം താഴ്ന്നു പോകുമെന്നും വിവേകാനന്ദൻ പറഞ്ഞു. വോള്യം 3 പേജ് 534. മനുഷ്യർക്ക് ദൈവം നൽകിയ ഏറ്റവും മഹത്തായ സാമൂഹിക സ്ഥാപനങ്ങളിൽ ഒന്നാണ് ജാതി. വലിയ പുരോഗമനകാരി എന്നറിയപ്പെടുന്ന വിവേകാനന്ദന്റെ വാക്കുകളാണ്. മനുഷ്യരാശിയുടെ ഭാഷാശാസ്ത്രപരമായ പ്രശ്നം സംസ്കൃതം പരിഹരിച്ചതുപോലെ ജാതി വ്യവസ്ഥയിലൂടെ വംശീയമായ പ്രശ്നപരിഹാരം നൽകാൻ ആര്യന്മാർക്ക് കഴിഞ്ഞു. ഇന്ത്യയിലെ പ്രശ്നം
ആര്യന്മാർ പരിഹരിച്ചത് എങ്ങനെയാണ്? ജാതി വ്യവസ്ഥ നിർമ്മിച്ചിട്ടാണ് ഇന്ത്യയിലെ എല്ലാ പ്രശ്നങ്ങളും ആര്യന്മാർ പരിഹരിച്ചത് എന്ന് സ്വാമി വിവേകാനന്ദൻ പറയുന്നു. ഒരർത്ഥത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിലെ എയ്ഡഡ് സ്ഥാപനങ്ങളിൽ നിലനിൽക്കുന്നത് ഈ രക്തശുദ്ധിവാദമല്ലേ എന്ന് നിസ്സംശയം വ്യക്തമാണ്. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ ഈ രക്തശുദ്ധി സംസ്കാരത്തിൻ്റെ പ്രത്യയശാസ്ത്ര മൂല്യാവസ്ഥയിലാണ് കേരളത്തിലെ എയ്ഡഡ് സ്ഥാപനങ്ങളിൽ മറ്റാരെയും പ്രവേശിപ്പിക്കാതെ ചില പ്രത്യേക ജാതി വിഭാഗങ്ങളുടെ കുത്തകയായി ഇത്തരം സ്ഥാപനങ്ങൾ നിലനിർത്തുന്നത്. സത്യത്തിൽ എയ്ഡഡ് സ്ഥാപനങ്ങളിൽ ദളിത പിന്നോക്ക ജനവിഭാഗങ്ങളെ പുറന്തള്ളുന്നതിൻ്റെ പ്രത്യയശാസ്ത്ര മൂല്യം ഉത്ഭവിക്കുന്നത് സ്വാമി വിവേകാനന്ദനിൽ നിന്നാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. വർണ്ണവ്യവസ്ഥയെ പറ്റി വിവേകാനന്ദൻ പറയുന്നു, ഉത്കൃഷ്ടമായ ശക്തിയുള്ള ഒരു വംശത്തെ രൂപീകരിക്കാൻ ആവശ്യമായ സാമൂഹിക സന്തുലിതാവസ്ഥ വർണ്ണവ്യവസ്ഥ ഉറപ്പു നൽകി. വോള്യം 3 പേജ് 534. ഉത്കൃഷ്ടമായൊരു വംശത്തെ രൂപീകരിക്കാൻ ആവശ്യമായ സാമൂഹിക സന്തുലിതാവസ്ഥ വർണ്ണ ഉറപ്പ് നൽകി എന്ന്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു വാചകം ശ്രദ്ധിക്കുക. ബ്രാഹ്മണീയതയുടെ രൂപീകരണത്തോടെ എല്ലാ സാമൂഹിക രാഷ്ട്രീയ പ്രശ്നങ്ങളും ഇന്ത്യയിൽ പരിഹരിക്കപ്പെട്ടു. ബ്രാഹ്മണ്യം ഇന്ത്യയിൽ രൂപീകരിക്കപ്പെട്ടതോടെ ഇന്ത്യയിലെ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചു എന്ന് വിവേകാനന്ദൻ പ്രസ്താവിച്ചു. വിവേകാനന്ദനും മറ്റും ആര്യന്മാരെ സംസ്കാരത്തിൻ്റെ വാഹകരായി കണ്ടപ്പോൾ ദ്രാവിഡരെ അദ്ദേഹം പ്രാകൃതരായി അവതരിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഈ ബ്രാഹ്മണ്യത്തെ ആര്യൻ സ്വത്വ വംശീയവാദമായി അവതരിപ്പിച്ചുകൊണ്ട് അതിൻ്റെ അപരത്വമായി മുസ്ലിം ജനവിഭാഗങ്ങളെ വിവേകാനന്ദൻ പ്രതിഷ്ഠിച്ചു എന്നുള്ളിടത്താണ് ഇതിൻ്റെ അപകടം ആഴമേറിയതായി പരിണമിക്കുന്നത്. വിവേകാനന്ദൻ പറയും, മുസ്ലിം ഭരണകാലത്തെ ഇന്ത്യയുടെ പുരോഗതി നിലച്ചു, പുരോഗതിയുടെ ചോദ്യമേ ഉദിച്ചിരുന്നില്ല എന്ന് വിവേകാനന്ദൻ വിലയിരുത്തി. ജാതി വ്യവസ്ഥ സൈദ്ധാന്തികമായെങ്കിലും ഇന്ത്യയെ മുഴുവൻ സമ്പത്തിൻ്റെയോ വാളിൻ്റെയോ അല്ല, ബുദ്ധിയുടെ ആത്മീയതയിൽ വിശുദ്ധീകരിക്കപ്പെട്ട നിയന്ത്രിക്കപ്പെട്ട ബുദ്ധിയുടെ മാർഗനിർദ്ദേശത്തിന് കീഴിൽ കൊണ്ടുവന്നു. ഇന്ത്യയിലെ ജാതികളിൽ നേതൃസ്ഥാനം ആര്യന്മാരിൽ ഏറ്റവും ഉയർന്നവർക്ക് തന്നെ, ബ്രാഹ്മണർക്ക് തന്നെ. ഈ വിവേകാനന്ദനാണ് ശൂദ്രരുടെ രാജ്യം വരുമെന്ന് പ്രസ്താവിച്ചതെന്നാണ് നമ്മൾ കേൾക്കുന്നത്. ആത്മാർത്ഥമായിട്ടുള്ള വാക്കുകളെ അല്ല എന്ന് അദ്ദേഹത്തിൻ്റെ ആയിരക്കണക്കായ വാചകങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. വിവേകാനന്ദൻ പറയും, അതുകൊണ്ട് എൻ്റെ രാജ്യക്കാരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതാണ്. ഇന്ത്യ തകർന്നത് നിങ്ങൾ ജാതിയെ തഴയുകയും ജാതിയെ ഇല്ലാതാക്കുകയും ചെയ്തതുകൊണ്ടാണ്. ജാതിക്ക് അതിൻ്റെ സ്ഥാനം നൽകുക, ജാതിക്ക് തടസ്സം നിൽക്കുന്ന എല്ലാറ്റിനെയും തകർക്കുക, എങ്കിൽ നാം വീണ്ടും ഉയരും. സ്വാമി വിവേകാനന്ദൻ്റെ വാക്കുകളാണ്. കഴിഞ്ഞില്ല, ഒരു വാചകം കൂടി ഉദ്ധരിക്കാം. ഇന്ത്യയിലെ ഇന്ത്യയിലെ മാനവ വംശത്തിൻ്റെ ആദർശം ബ്രാഹ്മണത്വം തന്നെ. ഗീതാ വ്യാഖ്യാനത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ശങ്കരാചാര്യർ മുന്നോട്ട് വെക്കുന്നത് പോലെ ഇതിൽ അദ്ദേഹം ബ്രാഹ്മണത്വം അഥവാ ബ്രാഹ്മണത സംരക്ഷിക്കാൻ ഒരു പ്രചാരകൻ എന്ന നിലയിൽ കൃഷ്ണൻ വന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടല്ലോ. വോള്യം 3 പേജ് 293. വിവേകാനന്ദൻ പറയുകയാണ്, ഇന്ത്യയിലെ മാനവവംശത്തിൻ്റെ ആദർശം എന്താണ്? ബ്രാഹ്മണത്വമാണ്. അതാര് പറയുന്നുണ്ട്? ശങ്കരാചാര്യർ ഗീതാഭാഷ്യത്തിൻ്റെ ആമുഖത്തിൽ തന്നെ അത് പറയുന്നുണ്ടല്ലോ എന്ന്. പക്ഷെ നമ്മൾ ഉദ്ധരിക്കുന്ന എന്താണ്? ശങ്കരൻ ജാതി വ്യവസ്ഥയെ സ്ഥാപിക്കാൻ ബുദ്ധി കൊണ്ട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞെന്ന്. അതേ വിവേകാനന്ദനാണ് പറയുന്നത് ബ്രാഹ്മണത്വം പ്രധാനമാണെന്ന് ശങ്കരൻ പറഞ്ഞല്ലോ എന്ന്. ശങ്കരൻ പറഞ്ഞ വാചകം ഉദ്ധരിക്കാം. ശങ്കര ഗീതാഭാഷ്യം ആമുഖം. ആദികർത്ത നാരായണാഖ്യോ വിഷ്ണു ഭൗമസ്യ ബ്രാഹ്മണോ ബ്രാഹ്മണത്വസ്യ രക്ഷണാർത്ഥം ദേവക്യാം വസുദേവാംശേന കൃഷ്ണഃ കില സാംബഭൂവ ബ്രാഹ്മണത്വസ്യ രക്ഷണേ രക്ഷിതഃ സ്യാത് വൈദികോ ധർമ്മഃ തദധീനത്വാത് വർണ്ണാശ്രമഭേദാനാം. ശങ്കര ഗീതാഭാഷ്യത്തിൻ്റെ ആമുഖത്തിലാണ്. എന്താണ് ഇവിടെ പറയുന്നത്? ശങ്കരൻ ബ്രാഹ്മണത്വസ്യ രക്ഷണേ രക്ഷിതഃ, ബ്രാഹ്മണത്വത്തെ രക്ഷിക്കാൻ, സ്യാത് വൈദികോ ധർമ്മഃ, വൈദികമായ ഈ ബ്രാഹ്മണ്യ ധർമ്മത്തെ രക്ഷിക്കാൻ, തദ്യധീനത്വാത് വർണ്ണാശ്രമഭേദാന, അത് അധീനപ്പെട്ടിരിക്കുന്ന വർണ്ണാശ്രമത്തെ സ്ഥാപിക്കാൻ ആര് വരും?
വിഷ്ണു ഭൗമസ്യ ബ്രാഹ്മണോ ബ്രാഹ്മണത്വസ്യ രക്ഷണാർത്ഥം ദേവക്യാം വസുദേവാംശേന കൃഷ്ണ കില സാംബഭൂവ. വർണ്ണാശ്രമ വ്യവസ്ഥയെ, ജാതി വ്യവസ്ഥയെ നിലനിർത്താൻ, സ്ഥാപിക്കാൻ ആരവതരിക്കും? വസുദേവരുടെ പുത്രനായി, ദേവകിയുടെ പുത്രനായി കൃഷ്ണൻ അവതരിക്കും. അപ്പൊ കൃഷ്ണൻ എന്തിനാണ് അവതരിക്കുന്നത്? ജാതി വ്യവസ്ഥ നിലനിർത്താൻ. കാര്യങ്ങൾ വളരെ വ്യക്തമാണ്, നമ്മൾ കൂടുതൽ അന്വേഷണത്തിനൊന്നും പോകേണ്ട കാര്യമില്ല. കൃഷ്ണൻ എന്തിനാണ് അവതരിക്കുന്നത്? ജാതി വ്യവസ്ഥ നിലനിർത്താൻ. ആരാണ് പറഞ്ഞത്? ശങ്കരാചാര്യർക്കും വിവേകാനന്ദനും യാതൊരു സംശയവുമില്ല അക്കാര്യത്തിൽ. ഭക്തിയെപ്പറ്റി സംസാരിക്കുന്ന സമയത്ത് വിവേകാനന്ദൻ പറയും, കഴിഞ്ഞ 400 വർഷമായി ബംഗാളി സാഹിത്യം കരച്ചിലും പിഴിച്ചിലും തേങ്ങലും തന്നെയാണ്. അത് ഏതെങ്കിലും തരത്തിലുള്ളൊരു കവിതയ്ക്ക്, യഥാർത്ഥത്തിൽ വീരസ്വഭാവം ശ്വസിക്കുന്ന കവിതയ്ക്ക് ജന്മം നൽകുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നു. ഭക്തിക്ക് ഒരർത്ഥത്തിൽ ഇത് രവിദാസിലും കബീറിലും ഒക്കെ തന്നെ വിമോചനാത്മകമായ ഒരു അംശം ഉണ്ടായിരുന്നു. പക്ഷേ അതിനെ കരച്ചിലും പിഴിച്ചിലുമായിട്ടാണ് ആര് കാണുന്നത്? വിവേകാനന്ദൻ കാണുന്നത്. ആര്യൻ സ്വത്വത്തെ, ബ്രാഹ്മണ്യത്തെ വീരപൗരുഷമുള്ള അടിച്ചമർത്തുന്ന വ്യവസ്ഥയായി വിവേകാനന്ദൻ ദർശിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ബുദ്ധനെ പറ്റി പറയുന്നുണ്ട് വിവേകാനന്ദൻ. ബുദ്ധൻ ജാതിയെ ഒരു മതസ്ഥാപനമായി കണ്ടതിനെ നശിപ്പിക്കാൻ ശ്രമിച്ചു. ബുദ്ധന് തെറ്റുപറ്റി. അത് പിന്നീട് ശങ്കരനും മാധ്വനും രാമാനുജനുമാണ് തിരുത്തിയത്. അപ്പോൾ ബുദ്ധൻ ജാതി വ്യവസ്ഥക്കെതിരായി ചില കലാപങ്ങൾ നയിച്ചു. ബുദ്ധന് തെറ്റുപറ്റി. ബുദ്ധൻ്റെ ആ തെറ്റാരാണ് തിരുത്തിയത്? പിന്നീട് ശങ്കരനും മാധ്വനും രാമാനുജനുമാണ് ആ തെറ്റ് തിരുത്തി ജാതി വ്യവസ്ഥയെ സ്ഥാപിച്ചത് എന്ന് സംശയരഹിതമായി വിവേകാനന്ദൻ പറയുന്നു. ഇത് രാഷ്ട്രീയ രൂപമാർന്നൊരു സന്ദർഭമുണ്ട്. കംപ്ലീറ്റ് വർക്ക്സ് ഓഫ് വിവേകാനന്ദ വോള്യം 3 1997 കൽക്കത്ത, പേജ് 233. ഹിന്ദു ചട്ടക്കൂടിൽ നിന്ന് പുറത്തു പോകുന്ന ഏതൊരാളും താഴെ തലത്തിലുള്ളവർ മാത്രമല്ല, അതിൽ കൂടുതൽ ഒരു ശത്രുവുമാണ് എന്ന് പറഞ്ഞു. നിർഭാഗ്യവശാൽ 1997-98 ഗുജറാത്തിൽ ക്രിസ്ത്യാനികളെ ലക്ഷ്യമിട്ടപ്പോഴും പിന്നീട് 2002 അവിടുത്തെ നരവംശഹത്യക്ക് വേദിയൊരുക്കാനായി ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കുമെതിരെ വിദ്വേഷമിളക്കിവിടാൻ ലഘുലേഖകളിലും ബിൽ ബോർഡിലും ഹിന്ദുത്വ ശക്തികൾ ഈ പ്രസ്താവന ഉപയോഗപ്പെടുത്തിയെന്ന് ഷംസുൽ ഇസ്ലാം നിരീക്ഷിക്കുന്നുണ്ട്. അപ്പൊ വിവേകാനന്ദന്റെ ഈ വാക്കുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് മുസ്ലിങ്ങൾക്കെതിരായി, ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്കെതിരായി വലിയ നരനായാട്ടിന് ആഹ്വാനം ചെയ്തത് എന്നുള്ള കാര്യം കൂടി നമ്മുടെ ശ്രദ്ധയിലിരിക്കണം. 1899 ഏപ്രിൽ ലക്കത്തിലെ പ്രബുദ്ധ ഭാരതത്തിന്റെ പത്രാധിപർക്ക് നൽകിയ അഭിമുഖത്തിൽ വിവേകാനന്ദൻ ഇപ്രകാരം പറഞ്ഞു: ഒരു മനുഷ്യൻ ഹിന്ദു മതത്തിൽ നിന്ന് പുറത്തു പോകുമ്പോൾ എണ്ണത്തിൽ ഒരാളുടെ കുറവുണ്ടാകുന്നുവെന്ന് മാത്രമല്ല, ശത്രുവിന്റെ എണ്ണം ഒന്ന് കൂടുക കൂടിയാണ്. വലിയ അഹിംസാവാദിയാണെന്നാണ് പറയുന്നത്. കാരുണ്യം വഴിഞ്ഞൊഴുകുന്നു. കേരളത്തിലൊരു പരിപാടി നടത്തി, വിവേകാനന്ദ സ്പർശനം എന്ന് പറഞ്ഞൊരു പരിപാടി കേരളത്തിൽ നടക്കുകയുണ്ടായി. ആ സ്പർശിച്ചവരാരും ഈ ഭാഗങ്ങളൊന്നും സ്പർശിച്ചില്ല. മറ്റു ചില സ്പർശനങ്ങളാണ് അവർ നടത്തിയത്. ഇതായിരുന്നു ജ്യോതിർമയ ശർമ്മ ഹിന്ദുത്വം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ വിവേകാനന്ദനെ പറ്റി പറയുന്ന ഒരു വാചകമുണ്ട്. വിവേകാനന്ദൻ ഒരുവന്റെ ജാതി നിർണയിതമായ കർത്തവ്യങ്ങൾ അഥവാ വർണ്ണധർമ്മം, ഒരുവന്റെ ജീവിതത്തിലെ പല ഘട്ടങ്ങളാൽ നിർണിതമായ കർത്തവ്യങ്ങൾ അഥവാ ആശ്രമധർമ്മത്തിൽ ദൃഢമായി വിശ്വസിച്ചു എന്ന് ജ്യോതിർമയ ശർമ്മ എഴുതുന്നുണ്ട്. അപ്പം ഇങ്ങനെ വിവേകാനന്ദൻ നമ്മൾ ഈ കീർത്തനങ്ങളിൽ കണ്ടതുപോലെ, ധർമ്മസൂത്രങ്ങളിൽ കണ്ടതുപോലെ, ഇതിഹാസ പുരാണ പാഠങ്ങളിൽ കണ്ടതുപോലെ പ്രാചീന മധ്യകാലഘട്ടത്തിൽ നിലനിന്ന ബ്രാഹ്മണ്യത്തെ ഇന്ത്യയുടെ ദേശീയത രൂപീകരിക്കുന്ന ഘട്ടത്തിൽ ഈ ബ്രാഹ്മണ്യത്തെ കൂടുതൽ വ്യാഖ്യാനിച്ചുകൊണ്ട് നിലയുറപ്പിക്കുന്ന ഒരു പ്രതിഭാസമാണ് വിവേകാനന്ദനിൽ നമ്മൾ കാണുന്നത്. ആ നിലയ്ക്ക് നോക്കിയാൽ ആര്യൻ സ്വത്വത്തെ വംശീയമായി സ്ഥാപിച്ചുകൊണ്ട് ഇന്ത്യയിലെ ആദിമ നിവാസികളെയും ദ്രാവിഡരെന്ന് വിവേകാനന്ദൻ തന്നെ അടയാളപ്പെടുത്തുന്ന ബ്രാഹ്മണേതരരായ മറ്റു മനുഷ്യരെ പ്രാകൃതരെന്ന് അടയാളപ്പെടുത്തുന്ന അപരത്വത്തിൻ്റെ സിദ്ധാന്തമാണ് ഈ ബ്രാഹ്മണ്യം എന്ന് പറയുന്ന സിദ്ധാന്തത്തിലൂടെ സ്വാമി വിവേകാനന്ദൻ ആവിഷ്കരിച്ചത്. ഇത് വിവേകാനന്ദൻ മാത്രമല്ല,
ഇതിൻ്റെ വക്താവും പ്രോക്താവുമായി ഒരാൾ കൂടി രംഗത്തുണ്ടായിരുന്നു. ഒരാളല്ല, അനവധി പേർ. അതിലെ പ്രധാനപ്പെട്ട ഒരാളാണ് സ്വാമി ദയാനന്ദ സരസ്വതി, മറ്റൊരാൾ അരബിന്ദോയാണ്. ഈ രണ്ട് കാര്യങ്ങൾ വളരെ ചുരുക്കി പറഞ്ഞുകൊണ്ട്, സമയം അതിക്രമിച്ചു എന്നറിയാം, എങ്കിലും ഞാനൊരു അല്പസമയം കൂടി ചോദിക്കുകയാണ്, പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കാം. ഹിന്ദു നാഷണലിസം എന്ന ഗ്രന്ഥത്തിൽ ക്രിസ്റ്റഫർ ജഫ്രലോട്ട് പറയുന്നത് ജാതി വ്യവസ്ഥിതിയെ ദയാനന്ദൻ തള്ളിക്കളഞ്ഞില്ല, ഇത് പാരമ്പര്യവുമായി ബന്ധപ്പെട്ടതാണ് എന്നും വർണ്ണം എന്ന് പറയുന്നത് മെറിറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഡിവിഷൻ ഓഫ് ലേബറാണ് വർണ്ണ വ്യവസ്ഥ എന്നും ദയാനന്ദ സരസ്വതി പറഞ്ഞു വെച്ചു. സമൂഹത്തെ പൂർവസ്ഥിതിയിലെത്തിക്കാനുള്ള ഉപാധികൾ വേദത്തിലുണ്ട് എന്നും അത് അവിടെ നിന്നും കണ്ടെടുക്കണമെന്നും സാമൂഹികവും മതപരവുമായ പ്രശ്നങ്ങൾക്ക് ആര്യൻ പരിഹാര മാർഗങ്ങളെ ആശ്രയിക്കണമെന്നും ദയാനന്ദ സരസ്വതി ഉദ്ബോധിപ്പിച്ചു. അതിനുവേണ്ടി ശുദ്ധി എന്ന മാർഗം അദ്ദേഹം തുടങ്ങി വെച്ചു. ഹൈന്ദവരെ ശുദ്ധി ചെയ്ത് ആര്യനാക്കുകയായിരുന്നു ഇത്. ഇസ്ലാമും ക്രിസ്തുമതവും മതപരിവർത്തനം നടത്തുന്നതെന്നുള്ള ഭീതിയോടുള്ള പ്രതികരണമായിരുന്നു ഈ ശുദ്ധി സങ്കല്പം. ദയാനന്ദ സരസ്വതിയും വിവേകാനന്ദനെ പോലെ തന്നെ ഉത്കൃഷ്ട മനുഷ്യൻ ആര്യനാണ് എന്ന് അർത്ഥശങ്കയ്ക്കില്ലാതെ സ്ഥാപിച്ചു. ആദിമ മനുഷ്യരെ കീഴടക്കുകയും അടിമകളെന്ന് പേര് ചൊല്ലി വിളിക്കുകയും ചെയ്ത പ്രത്യേക വംശമോ ഗോത്രവുമാണ് ആര്യനെന്ന് ദയാനന്ദ സരസ്വതി പറഞ്ഞില്ലെങ്കിലും ആര്യൻ സ്വത്വത്തെ അദ്ദേഹവും നിർമ്മിച്ചു. ഭൂമിയിൽ സമാധാനവും സന്തോഷവും കളിയാടുന്നത് ആര്യൻ ഭരണകാലത്താണ് എന്ന് അദ്ദേഹം വ്യാഖ്യാനിച്ചു. ആര്യൻ അധികാരത്തിൻ്റെ സ്രോതസ് ആര്യാവർത്തമാണെന്നും എല്ലാ അറിവും നന്മയും ദർശനങ്ങളും ഉദയം ചെയ്തത് അവിടെയാണെന്നും ദയാനന്ദൻ പറഞ്ഞു. സത്യാർത്ഥ പ്രകാശത്തിൻ്റെ ആദ്യത്തെ എഡിഷനിൽ ശൂദ്രന്മാർ വേദം അഭ്യസിക്കരുത് എന്ന് അദ്ദേഹം നിസ്സംശയം പറഞ്ഞു വെച്ചു. എന്നാൽ പിന്നെ രണ്ടാമത്തെ എഡിഷനിൽ ഇത് ലളിതമായ രീതിയിൽ ഇതിന് മാറ്റം വരുത്തുന്നുണ്ട് എങ്കിലും അടിസ്ഥാനപരമായ അദ്ദേഹത്തിൻ്റെ നിലപാട് ഇത് തന്നെയായിരുന്നു എന്ന് നമുക്ക് സത്യാർത്ഥ പ്രകാശം നോക്കുമ്പോൾ മനസ്സിലാകും. സത്യാർത്ഥ പ്രകാശം ഉദ്ധരിക്കാം. ചോദ്യം ഇതാണ്, സത്യാർത്ഥ പ്രകാശത്തിലെയാണ്: ബ്രാഹ്മണോസ്യ മുഖമാസീത് ബാഹുരാജന്യകൃതഃ ഊരു തദസ്യ വൈശ്യഃ പദ്ഭ്യാം ശൂദ്രോ അജായത. സത്യാർത്ഥ പ്രകാശമാണ്. യജുർവേദം 31-ാം അധ്യായം 11-ാം മന്ത്രമാണിത്. ബ്രാഹ്മണൻ ഈശ്വരന്റെ മുഖത്തു നിന്നും, ക്ഷത്രിയൻ ബാഹുക്കളിൽ നിന്നും, വൈശ്യൻ ഊരുക്കളിൽ നിന്നും, ശൂദ്രൻ പാദങ്ങളിൽ നിന്നും ഉണ്ടായി എന്നാണ് ഇതിൻ്റെ അർത്ഥം. മുഖം കൈയാവുകയോ കൈ മുഖമാവുകയില്ല. ഔവണ്ണം ബ്രാഹ്മണർ ക്ഷത്രിയാദികളാവുകയോ ക്ഷത്രിയാദികൾ ബ്രാഹ്മണരാവുകയോ ചെയ്യുകയില്ല. ദയാനന്ദന്റെ മറുപടിയാണ്: ഈ മന്ത്രത്തിന് നിങ്ങൾ പറയുന്ന അർത്ഥം ശരിയല്ല. എന്തെന്നാൽ ഇവിടെ പുരുഷൻ അഥവാ നിരാകാരനും സർവവ്യാപിയുമായ പരമാത്മാവിനെ പറ്റിയാണ് പറയുന്നത്. നിരാകരനായ പരമാത്മാവിന് മുഖവും മറ്റവയവങ്ങളും ഉണ്ടാവാൻ തരമില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ ശ്രേണീകൃതമായ അസമത്വത്തെ ഒന്നുകൂടി ആധുനികമായി വ്യാഖ്യാനിക്കാനുള്ള ശ്രമമാണെങ്കിലും അടിസ്ഥാനപരമായി അദ്ദേഹം ഈ ശ്രേണീകൃതത്തെ കൈവടിയുന്നില്ല എന്ന് അദ്ദേഹത്തിൻ്റെ കൃതികൾ ഈ സത്യാർത്ഥ പ്രകാശത്തിലെ തുടർന്നുള്ള ഭാഗങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ആ ഭാഗം ഇതാണ്: ശൂദ്രകുലത്തിൽ ജനിച്ചവന് ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ എന്നിവരുടെ ഗുണകർമ്മ സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ അവൻ ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ആകുന്നു. ഒരാൾ ശൂദ്രനായിട്ട് ജനിച്ചാൽ അയാൾക്ക് ബ്രാഹ്മണന്റെ സ്വഭാവം കാണുകയാണെങ്കിൽ അയാൾ ആരായിട്ട് മാറും? ബ്രാഹ്മണനായിട്ട് മാറും. അതുപോലെ ബ്രാഹ്മണന്റെയോ ക്ഷത്രിയന്റെയോ വൈശ്യന്റെയോ കുലത്തിൽ പിറന്ന ഒരുവന്റെ ഗുണകർമ്മ സ്വഭാവങ്ങൾ ശൂദ്രന്റെ ആണെങ്കിൽ അവൻ ശൂദ്രനാകുന്നു. അതിനുവേണ്ടി സഭയൊക്കെ ഉണ്ടാക്കുന്നതിനെ പറ്റി ദയാനന്ദ സരസ്വതി പറയുന്നുണ്ട്. ഇങ്ങനെ ആളുകളുടെ ഗുണം മനസ്സിലാക്കി അവരെ എന്ത് ചെയ്യുക? ബ്രാഹ്മണരാക്കേണ്ടവരെ ബ്രാഹ്മണരാക്കുക, ശൂദ്രരാക്കേണ്ടവരെ ശൂദ്രരായിട്ട് തരം താഴ്ത്തുക. ഇതിന് 10 പേരടങ്ങുന്നൊരു സഭ വേണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇതെപ്പോൾ ചെയ്യണം? ഇതൊരു 20 വയസ്സിന് മുമ്പ് ഇങ്ങനെ സഭ ഉണ്ടാക്കി ചെയ്യണം. മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. അത് ഒരേ അച്ഛൻ്റെ അമ്മയുടെയും മക്കൾ ഇങ്ങനെ പല വർണ്ണത്തിൽപ്പെട്ടവരായാലും എന്ത് ചെയ്യും? അതൊരു 20 വയസ്സിന് മുമ്പ് സഭ കൂടി എന്ത് ചെയ്യണം? ബ്രാഹ്മണരായിട്ടുള്ളവരെ സ്വീകരിക്കുകയും ശൂദ്രരായിട്ടുള്ളവരെ ശൂദ്രവർണ്ണത്തിൽപ്പെട്ട മറ്റൊരു അച്ഛനും അമ്മയ്ക്കും കൊടുക്കുകയും ചെയ്യുക. ഇങ്ങനെ വളരെ വിചിത്രമായ വാദഗതികളാണ് അദ്ദേഹം ഈ വ്യവസ്ഥ മാറ്റിമറിക്കാൻ വേണ്ടി അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഗുണകർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ചാതുർവർണ്ണ്യത്തെ തരംതിരിക്കുക എന്ന് ദയാനന്ദൻ പറയുന്നു. നാരായണ ഗുരു പറഞ്ഞു, ഗുണകർമ്മങ്ങളിൽ സ്ഥായിയായി ഒന്നുമില്ലല്ലോ. ഗുണകർമ്മങ്ങളിൽ
സ്ഥായിയായി ഒന്നുമില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഗുണകർമ്മ സിദ്ധാന്തത്തിൻ്റെ പൊള്ളത്തരം വളരെ വ്യക്തമായി നാരായണ ഗുരുസ്വാമികൾ പറയുന്നുണ്ട്. തന്നെയല്ല, ഇത് സ്ഥാപിക്കുന്നതിന് വേണ്ടി ദയാനന്ദ സരസ്വതി ഉദ്ധരിക്കുന്ന ഒരു വാചകമുണ്ട്. ആപസ്തംഭ ധർമ്മസൂത്രത്തിലാണ്. ധർമ്മചര്യ ജഗന്യോ വർണ്ണ പൂർവം പൂർവം വർണ്ണമാപദ്യതേ ജാതി പരിവൃത്തവും എന്ന് തുടങ്ങുന്ന ആപസ്തംഭ ധർമ്മസൂത്രം ഉദാഹരിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, ഒരു ബ്രാഹ്മണന് ആരാകാം? അയാളുടെ കർമ്മം കൊണ്ട് ശൂദ്രനായി തീരാനുള്ള സാധ്യതയുണ്ട്, ശൂദ്രൻ ബ്രാഹ്മണനാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ദയാനന്ദന്റെ വ്യാഖ്യാനങ്ങളെ പറ്റിയുള്ള പണ്ഡിതന്മാരുടെ, ഗവേഷകരുടെ പൊതുവായ അഭിപ്രായം, സംസ്കൃത പണ്ഡിതന്മാരുടെ വിശേഷിച്ചുള്ള അഭിപ്രായം, ദയാനന്ദൻ എന്താണ് ചെയ്യുന്നത്? ദയാനന്ദൻ സംസ്കൃത ശ്ലോകങ്ങൾ ഉദ്ധരിക്കുമെങ്കിലും അദ്ദേഹത്തിന് അനുസൃതമായ വ്യാഖ്യാനത്തിന് വേണ്ടി ഇതിനെ മാറ്റിമറിക്കുന്നു എന്നുള്ളതാണ്. ആപസ്തംഭ ധർമ്മസൂത്രത്തിൽ ഈ പറയുന്ന ശ്ലോകം, ധർമ്മചര്യ ജഗന്യോ എന്നുള്ള ശ്ലോകം ഉദ്ധരിക്കുന്നത് ഓരോരുത്തരുടെയും പൂർവകർമ്മകൃതമായ പാപത്തിൻ്റെയും പുണ്യത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മനുഷ്യർ ചണ്ടാളരായിട്ടും പുണ്യശാലികളായിട്ടും ജനിക്കുന്നു എന്ന് സ്ഥാപിക്കാനാണ് ആപസ്തംഭ ധർമ്മസൂത്രം ഈ ശ്ലോകം ഉദ്ധരിക്കുന്നത്. പക്ഷേ ദയാനന്ദൻ ഇവിടെ അത് ഉദ്ധരിക്കുന്നത് ഓരോരുത്തർക്കും ജാതിയും വർണ്ണവും മാറി മാറി എടുക്കാം എന്നുള്ള അർത്ഥത്തിലാണ്. ചോദ്യം വളരെ ലളിതമാണ്. അങ്ങനെ ആർക്കും ഏത് വർണ്ണവും സ്വീകരിക്കാമെങ്കിൽ ശബരിമലയിൽ എന്തുകൊണ്ട് ഒരു കർമ്മ ബ്രാഹ്മണന് മേൽശാന്തിയാകുവാൻ സാധിക്കുന്നില്ല? എന്തുകൊണ്ട് ഗുരുവായൂർ ഒരു കർമ്മ ബ്രാഹ്മണന് പാചകക്കാരനാകാൻ പോലും സാധിക്കുന്നില്ല? നമുക്ക് ഇന്ത്യയിൽ ഒരു കർമ്മ ബ്രാഹ്മണനെ മഷിയിട്ട് നോക്കിയാൽ കാണാൻ പറ്റുമോ? ഒരു കർമ്മ ബ്രാഹ്മണന് ആധുനികമായ ഇന്ത്യൻ ഭരണഘടനയും ആധുനികമായ സാമൂഹ്യ വ്യവസ്ഥയും ഉള്ളത് കാരണം ബ്രാഹ്മണ സമുദായങ്ങൾക്കിടയിൽ നിന്ന് പരസ്പര ഇഷ്ടമുണ്ടെങ്കിൽ വിവാഹം നടക്കാമെന്നല്ലാതെ ഒരു കർമ്മ ബ്രാഹ്മണന് സ്വാഭാവികവും പാരമ്പര്യവുമായ വ്യവസ്ഥയ്ക്കനുസൃതമായി വിവാഹ ജീവിതം സാധ്യമാവുകയില്ല. ഒരു ഈഴവ ബ്രാഹ്മണന് നമ്പൂതിരിയുടെ വീട്ടിൽ നിന്ന് കല്യാണം നടക്കുമോ? ഞാൻ കർമ്മബ്രാഹ്മണനാന്ന് പറഞ്ഞാൽ വിവാഹ ജീവിതം സാധ്യമാവുമോ? ഇല്ല എന്നുള്ളത് വ്യക്തമായിരിക്കെ ദയാനന്ദൻ്റെ ഇത്തരം വാദങ്ങളുടെ വിദണ്ഡത്വം നമുക്കെല്ലാം ബോധ്യപ്പെടുന്നുണ്ട്. തന്നെയല്ല, വർണ്ണാശ്രമ ധർമ്മത്തെ സംബന്ധിച്ച് അദ്ദേഹം സൂചിപ്പിക്കുമ്പോൾ തന്നെ ഓരോ ശൂദ്രർക്ക് ചെയ്യേണ്ട ജോലി ദ്വിജാതി ശുശ്രൂഷയാണെന്നും അവർ വേദം പഠിക്കാൻ പാടില്ലെന്നും ഒക്കെ തന്നെ വളരെ വ്യക്തമായി സത്യാർത്ഥ പ്രകാശത്തിൽ അദ്ദേഹം വിവരിക്കുന്നുണ്ട്. ഇങ്ങനെ നോക്കിയാൽ നമ്മൾ ആദ്യം ഞാൻ സൂചിപ്പിച്ചു, അതിൻ്റെ സംഭാഷണം ഉപസംഹരിക്കുകയാണ്. വേദങ്ങളിൽ ആരംഭിക്കുന്ന ഈ ചാതുർവർണ്ണ്യത്തെ ജാതി വ്യവസ്ഥയെ സൃഷ്ടിച്ചത് ഋഗ്വേദവും യജുർവേദവും ചേർന്നിട്ടാണ്. അത് പിന്നീട് എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ടിലും ധർമ്മസൂത്രങ്ങളിലും മനുസ്മൃതിയിലും ഒക്കെ തന്നെ നമ്മുടെ സന്ധ്യനാമത്തിലും ഒക്കെ തന്നെ കുചേലവൃത്തം വഞ്ചിപ്പാട്ടിലും ഒക്കെ തന്നെ അത് സ്ഥാനം പിടിച്ചിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള അതിൽ നിന്നാണ് ഹിന്ദുത്വ ദേശീയത ഇന്ന് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ഫേവർ ഓഫ് നാഷണാലിറ്റി എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് ജാതി സമ്പ്രദായം ഒരു ഹിന്ദു രാഷ്ട്രത്തെ തിരിച്ചറിയാനുള്ള സവിശേഷ അടയാളമാണ് എന്ന് സവർക്കർ പറയുന്നു. ജാതി സമ്പ്രദായം അതിൻ്റെ വിശിഷ്ടമായ രക്തത്തെ ക്രമപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത് എന്ന് ഹിന്ദുത്വയിൽ സവർക്കർ എഴുതുന്നു. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ അതേ വാചകം സവർക്കറും പറയുന്നു. ഇങ്ങനെ ദേശീയമായ ഉയർത്തെഴുന്നേൽപ്പിനുള്ള നമ്മുടെ പ്രസ്ഥാനം രാഷ്ട്രീയമല്ല എന്നും അത് മതപരവും ആധ്യാത്മികവുമാണെന്നും നമ്മുടെ ദേശീയത കേവലം രാഷ്ട്രീയമല്ല എന്നും അത് വിശ്വാസത്തിൻ്റെയും ആരാധനയുടെയും കാര്യമാണെന്നും സനാതന ധർമ്മമാണ് നമ്മുടെ ദേശീയതയെന്നും സനാതന ധർമ്മത്തോടൊപ്പമാണ് ഹിന്ദു രാഷ്ട്രം പിറന്നത് എന്നും സനാതന ധർമ്മമാണ് നമ്മുടെ രാഷ്ട്രത്വമെന്നും ഹൈന്ദവ ദേശീയതയെ സംബന്ധിച്ച് അരബിന്ദോ പറഞ്ഞു വെക്കുന്നു. ഈ പറഞ്ഞ ദയാനന്ദ സരസ്വതിയും അരബിന്ദോയും വിവേകാനന്ദനും എല്ലാം വലിയ വിപ്ലവകാരികളാണെന്നാണ് പറയുന്നത്. പക്ഷെ അടിസ്ഥാനപരമായി ഇവരുടെ കൃതികളിലൂടെ സൂക്ഷ്മ പാരായണം ചെയ്യുമ്പോൾ ഗോൾവാക്കറിലും സവർക്കറിലും ഒക്കെ തന്നെ പിന്നീട് വേര് പിടിക്കുന്ന ഇന്ന് ഹിന്ദുത്വ ശക്തികളെ ഇന്ത്യയുടെ രാഷ്ട്രീയയുടെ ഹിംസാത്മക രൂപമായി അധിനിവേശ സ്വരൂപമായി മാറ്റി തീർത്തിരിക്കുന്നത്, അതിൻ്റെ വേര് കിടക്കുന്നത് സ്വാമി വിവേകാനന്ദനിലും ദയാനന്ദ സരസ്വതിയിലും നമ്മൾ എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് ചൊല്ലുന്ന ഈശ്വര പ്രാർത്ഥനയിലുമാണ് സംഘിവൽക്കരണത്തിൻ്റെ വേര് കിടക്കുന്നത്. ഈ ഫലമൂലത്തിൽ നിന്നുള്ള രസം ഊറ്റി കുടിച്ചുകൊണ്ടാണ്, ഈ സാരം സ്വാംശീകരിച്ചുകൊണ്ടാണ്
ഹിന്ദുത്വ ദേശീയതയുടെ വക്താക്കൾക്ക് രാമക്ഷേത്രത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് വളരെ നിസ്സാരമായി വോട്ട് മേടിച്ച് അധികാരത്തിലേറാൻ കഴിയുന്നത്. കാരണം നമ്മുടെ സ്വാഭാവികമായ ബോധം, പൊതുബോധവും സാംസ്കാരിക ചിന്താ പദ്ധതികളും ആകമാനം ബ്രാഹ്മണ്യമാണ് എന്നുള്ളതാണ്. നമ്മുടെ പൊതുചിന്തയും പൊതുപ്രവൃത്തിയും പൊതു സാംസ്കാരിക മണ്ഡലവും ബ്രാഹ്മണ്യത്തിൽ ഉപ്പിലിട്ടപ്പെട്ടിരിക്കുന്നു. ആ ഉപ്പ് കഴുകിക്കളഞ്ഞാൽ മാത്രമേ ഇന്ത്യക്ക് ഒരു സാഹോദര്യ ജനായത്ത സമൂഹത്തിലേക്ക് മാറാൻ കഴിയുകയുള്ളൂ. അതിന് തടസ്സം സൃഷ്ടിക്കുന്ന മനുഷ്യത്വ വിരുദ്ധമായ ദർശനങ്ങളുടെ സൃഷ്ടാക്കളാണ് ഈ ഇതിഹാസ പുരാണ പാഠ പാരമ്പര്യങ്ങളുടെ കർത്താക്കളെന്നും പിന്നീട് അത് വിടർന്നു വരുന്നതാണ് വിവേകാനന്ദനിലും ദയാനന്ദ സരസ്വതിയിലും അരബിന്ദോയിലും നമ്മൾ കാണുന്നത് എന്നും ഇതിൽ നിന്നെല്ലാം വ്യക്തമാണ്. അപ്പൊ ഇങ്ങനെ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിച്ച വിഷയം ഒന്ന് ചുരുക്കാം. 1000 ആണ്ടുകളായി ഇന്ത്യയിൽ തുടർന്നു വന്ന നാമജപങ്ങളിലൂടെയും മറ്റു പല പ്രസ്ഥാനങ്ങളിലൂടെയും തുടർന്നു വന്ന ഭക്തി പാരമ്പര്യങ്ങൾ ഉൾപ്പെടെ വിടർന്നു വന്ന ഈ പ്രസ്ഥാനത്തെ ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ സമരഘട്ടത്തിൽ വിടർത്തിയെടുത്ത് ബ്രാഹ്മണ്യത്തെ അധികാര രാഷ്ട്രീയത്തിനുള്ള അടയാളവാക്യമായി മാറ്റിയവരാണ് സ്വാമി വിവേകാനന്ദനും ദയാനന്ദ സരസ്വതിയും ഒക്കെ തന്നെ. അതിൻ്റെ വക്താക്കളും പ്രവക്താക്കളും പ്രചാരകരുമായും നമ്മുടെ സമൂഹത്തിൽ പുതിയ ആളുകൾ, പുതിയ സന്യാസിമാർ, പുതിയ ഹിന്ദുത്വ വലതുപക്ഷത്തിന്റെ വക്താക്കളൊക്കെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇതിനെ മറികടക്കണമെങ്കിൽ ഡോക്ടർ ബി.ആർ. അംബേദ്കറെ അഗാധമായി വായിച്ചുകൊണ്ടും ഇന്ത്യൻ ഭരണഘടനയെ വിമോചനാത്മകമായി അനുധാവനം ചെയ്തുകൊണ്ടും സാഹോദര്യ സ്നേഹഭാവനകളെ വീണ്ടെടുത്തുകൊണ്ടും മാത്രമേ നമുക്കൊരു ജനായത്ത സമൂഹമായി മാറാൻ കഴിയുകയുള്ളൂ. അടിസ്ഥാനപരമായ സ്വതന്ത്ര സമുദായത്തിൽ ഈ മാധവൻ പറയുന്നൊരു വാക്യമുണ്ട്: അവർണ ജനപക്ഷങ്ങൾക്ക് ഈ ഹിന്ദുമത സാഹിത്യത്തിലുള്ള വിശ്വാസം നശിക്കാതെ ഈ വ്യവസ്ഥ തകരുകയില്ല. അതുകൊണ്ട് ആ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ ഈ വിവേകാനന്ദ ദർശനത്തിലും സത്യാർത്ഥ പ്രകാശനത്തിലുമുള്ള ഇതിഹാസ പുരാണ പാഠങ്ങളിലുമുള്ള നമ്മുടെ വിശ്വാസം നശിക്കാതെ ഇന്ത്യക്ക് സമ്പൂർണമായ ഒരു ഭരണഘടനാ ജനായത്ത രാജ്യമായി മാറുവാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് നാം ഓരോരുത്തരും പ്രത്യേകമായി ബോധ്യപ്പെടേണ്ട ഒരു കാര്യം. അത്തരമൊരു ഭാവി, ഒരു ജനായത്ത സാഹോദര്യപൂർണമായ ഭാവിയുടെ സൃഷ്ടിക്കായി ഇത്തരം ഗ്രന്ഥപാഠങ്ങളെ സൂക്ഷ്മമായി അവലോകനം ചെയ്തുകൊണ്ട് നമ്മളെ പിടിമുറുകിയിരിക്കുന്ന ഹിംസാത്മകളെ മറികടക്കാൻ കൂട്ടായി പരിശ്രമിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇത്തരമൊരു പരിപാടിയിലേക്ക് എന്നെ വിളിച്ച സ്വതന്ത്ര ലോകത്തിൻ്റെ എല്ലാ സംഘാടകരോടും പ്രത്യേകിച്ച് ജബ്ബാർ മാഷിനോടുമുള്ള എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി അറിയിക്കുന്നു. സമയം ഒരല്പം വൈകി, ഞാൻ കുറച്ചും കൂടെ കൂടുതൽ സമയമെടുത്തു, അതിന് ക്ഷമയോദിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള സ്നേഹാഭിവാദ്യങ്ങൾ. നന്ദി, നമസ്കാരം.